ഹലോ, അക്കാദമീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മൾ നോക്കുന്നത് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള SSC CGL എക്സാമിന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ബയോളജിയുടെ ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യം തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ. നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് തന്നെ വരും എന്നല്ല നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ്, നമ്മൾ എവിടെയൊക്കെ കുറച്ചുകൂടെ പുഷ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം പറയുന്നത് പോലെ തന്നെ ഈ ക്വസ്റ്റ്യനും ആൻസറും അങ്ങനെ വൃത്തിയായിട്ട് എഴുതി വെക്കുക എന്നത് മാത്രമല്ല ചെയ്യേണ്ട കാര്യം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ പറഞ്ഞു പോവാറുണ്ട്. ചിലതൊക്കെ ഞാൻ എഴുതി തന്നെ പോവാറുണ്ട്. അതല്ലെങ്കിൽ ചിലതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ആ പോയിൻറ്റ്സ് എല്ലാം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ പോയിൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 ക്വസ്റ്റ്യൻ ഉള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് കിട്ടും, ഓരോ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ക്ലാസ്സിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, എൻ്റെ ക്ലാസ്സിൻ്റെയോ ബയോളജിയുടെയോ മാത്രമല്ല പറയണത്. ഏതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിലും അതിനകത്ത് നിന്നെല്ലാം ഇങ്ങനെ വരാനുള്ള ചാൻസ് കൂടെ നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 5 F's ഓഫ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ്റെ 5 F ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണത്? ഫ്ലൈസ്, ഫിംഗേഴ്സ്, ഫൊമൈറ്റ്സ്, ഫുഡ് ആൻഡ് ഫ്ലൂയിഡ്. ഇതാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള 5 F. ഓക്കെ, അപ്പം ഇവർ കോമൺ പാത്തജൻസ് ഒന്നിൽ നിന്നും അടുത്തതിലേക്ക്. പാത്തജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. എങ്ങനെയാണ്? പറവകൾ ഫ്ലൈസിൽ നിന്നും നമ്മുടെ കൈകളിലേക്ക് വരും, ഫിംഗേഴ്സിലേക്ക് വരും. ഫിംഗേഴ്സിൽ നിന്നും എങ്ങോട്ടേക്ക് പോവും? ഫ്ലൈസ്. നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം അല്ലേ. ആദ്യം ഫ്ലൈസ് ആണ്. ഫ്ലൈസ് എന്താണ്? മെക്കാനിക്കൽ വെക്ടേഴ്സ് ആണ് അല്ലേ. പാത്തജൻസ് കണ്ടാമിനേറ്റഡ് സോഴ്സസിൽ നിന്ന്, അതായത് എവിടെയൊക്കെയാണ് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷങ്ങളിൽ നിന്നും അവിടെ നിന്നുള്ള ഈ ഒരു എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ള ആൾക്കാരെയൊക്കെ എടുത്തോണ്ട് വരാൻ ഏറ്റവും കാരണക്കാർ, ആദ്യത്തെ കാരണം ആരാണ്? ഫ്ലൈസ് ആണ്. ഓക്കെ, അവർ അതിനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അടുത്തത് അത് എങ്ങോട്ടേക്കാണ് വരുന്നത്? ഫിംഗേഴ്സ്, വിരലുകളിലേക്ക് അല്ലേ. കാരണം എന്താണ്? നമ്മൾ പ്രോപ്പറായിട്ട് കൈയൊന്നും കഴുകാണ്ട് നമ്മൾ ഫുഡിലൊക്കെ കൊണ്ടുപോയി തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഫിംഗേഴ്സിലോട്ട് ഈ പറയുന്ന സാധനങ്ങളെല്ലാം എന്താവും? ഇൻഫെക്ഷ്യസ് ഏജൻസ് ഒക്കെ ട്രാൻസ്ഫർ ആയിട്ട് കൈകളിലേക്ക് ട്രാൻസ്ഫർ ആയി വരും. അടുത്തതാണ് ഫൊമൈറ്റ്സ്. ഫൊമൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻആനിമേറ്റ് ഓബ്ജക്ട്സ്, അതായത് ഡോർ ഹാൻഡിൽസ്, യൂട്ടൻസിൽസ്, അതുപോലെ മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ കൈനെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെയൊക്കെ കൊണ്ടുപോയി പിടിക്കുമ്പോഴും എന്ത് ചെയ്യും? ഇവർ നമ്മുടെ കൈകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയാണ് ഫുഡ്. ഓക്കെ, ഫുഡ് വഴി എങ്ങനെയാണ്? ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, അതായത് നല്ല രീതിയിലല്ലാത്ത, നല്ല അന്തരീക്ഷത്തിൽ പാകം ചെയ്യാത്ത ഭക്ഷണ വസ്തുക്കളും, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വൃത്തിഹീനമായ അന്തരീക്ഷത്തിലൊക്കെ നമ്മൾ കൊണ്ടുവച്ചിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഭക്ഷണത്തിലൊക്കെ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഈ പാത്തജൻസ് ഒക്കെ എൻ്റർ ആവാനുള്ള സാധ്യതകളുണ്ട്. അത് എന്തിനു വരെ ചാൻസ് ഉണ്ട്? ഫുഡ് പോയ്സണിങ്ങിന് വരെ കാരണമാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെയാണ് ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിഹീനമായിട്ടുള്ള വെള്ളം വൃത്തികേടായിട്ടുള്ള വെള്ളമൊക്കെ ഉപയോഗിക്കുക, അതുപോലെ ബാക്കിയുള്ള ലിക്വിഡ്സ് ഒക്കെ ആണെങ്കിലും വൃത്തിയില്ലാത്ത ലിക്വിഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്താവും? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണമാവും. അപ്പോൾ ആദ്യത്തെ ആൾക്കാർ ഏതാണ്? ഫ്ലൈസ് ആണ്. അവരെന്താ ചെയ്യുന്നത്? ഈ പറയുന്ന വൃത്തിഹീനമായ അന്തരീക്ഷത്തിലൊക്കെ പോയി അവിടെ നിന്ന് ആവശ്യമില്ലാത്ത ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന സാധനങ്ങളെയൊക്കെ സ്വന്തം ശരീരത്തിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? എത്തിക്കും. പിന്നെ വരുന്നത് ഫിംഗേഴ്സ്. പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കറക്റ്റായിട്ട് നമ്മൾ കൈ കഴുകാണ്ടൊക്കെ ഫുഡ് കഴിക്കുക, എവിടെയെങ്കിലൊക്കെ തൊട്ടിട്ട് ഫുഡ് കഴിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് ഫൊമൈറ്റ്സ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽ നമ്മൾ സ്പർശിക്കുന്ന സാധനങ്ങൾ, ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള സ്പർശിക്കുന്ന സാധനങ്ങൾ. അപ്പം അവരെന്ത് ചെയ്യും? അനങ്ങാൻ പറ്റാത്ത സാധനങ്ങൾ, അവിടെ അഴുക്കൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഫുഡ്, ഫ്ലൂയിഡ്. അപ്പോൾ ഇത്രയുമാണ് എന്ത്? ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ്റെ 5 F എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ അല്ലേ? എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബെസ്റ്റ് ഡിഫൈൻസ് ദ മോണോഈഷ്യസ്
മൊണോയിഷ്യസിനെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. മൊണീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻട്രീഷ്യം ഗൈനീഷ്യം ഉള്ള ഫ്ലവറിനെയാണ് നമ്മൾ മൊണോയിഷ്യം എന്ന് പറയുന്നത്. മൊണീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻട്രീഷ്യവും ഗൈനീഷ്യം. ആൻട്രീഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഇവർ രണ്ടും ഒരുമിച്ച് കാണുന്നത് എവിടെയാണ്? മൊണീഷ്യസ് പ്ലാന്റ്സിലാണ് അല്ലെങ്കിൽ മൊണീഷ്യസ് ഫ്ലവേഴ്സിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഒരേ പ്ലാന്റിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഫ്ലവറിനകത്ത് തന്നെ കണ്ടില്ലെങ്കിലും ഒരേ പ്ലാന്റിനകത്ത് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആൻട്രീഷ്യം ഗൈനീഷ്യമുള്ള ഫ്ലവേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു രണ്ടും കൂടെ ഉള്ള ഫ്ലവറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആൻട്രീഷ്യവും ഗൈനീഷ്യമുള്ള ഫ്ലവേഴ്സിന് നമ്മൾ എന്ത് പറയുന്നറിയോ? ബൈസെക്ഷൽ ഫ്ലവർ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫ്ലവർ എന്നാണ് പറയുക. ബൈസെക്ഷൽ ഫ്ലവർ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫ്ലവർ. ബൈസെക്ഷൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫ്ലവർ എന്നാണ് നമ്മൾ അത്തരത്തിലുള്ള ഫ്ലവേഴ്സിനെ പറയുന്നത്. ഓക്കെ, ദെൻ അത് എന്താണെന്നറിയോ? അതിന് എക്സാമ്പിൾസ് ആണ് മെയ്സ് വരും, പിന്നെ കുക്കുംബറിനകത്ത് നമുക്ക് ഫീമെയിൽ സെക്ഷൽ പാർട്ടും അതായത് ആൻട്രീഷ്യവും ഗൈനീഷ്യവും കാണാൻ പറ്റും കുക്കുംബറിൽ. പിന്നെയുള്ളതാണ് പംകിൻ. ഇവരിലും എന്തുപോലെ തന്നെയാണ്? ആൻട്രീഷ്യം ഗൈനീഷ്യം കാണാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കുക്കുംബർ. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം എന്താണ്? മൊണീഷ്യസ് പ്ലാന്റ്സ് ആണ് ഇവർ 3 പേര്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തത്, which condition also known as icterus causes a yellowing of your skin and the whites of your eyes. നമ്മുടെ കണ്ണൊക്കെ വിളർത്ത് പോവുകയും നമ്മുടെ ബോഡി ഫുള്ളായിട്ട് മഞ്ഞച്ച് പോവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനെ നമ്മൾ ഇക്ടറസ് എന്ന് പറയും. അതിന് വേറൊരു പേര്, നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന വേറൊരു പേരുണ്ട്. ഇറ്റ്സ് ജോണ്ടിസ് അല്ലേ? മഞ്ഞപ്പിത്തം എന്ന് നമ്മൾ പറയുന്ന ജോണ്ടിസ്. ഓക്കെ, അപ്പോൾ അതിന് പറയുന്ന വേറൊരു പേരാണ് ഇക്ടറസ് എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത്? നമ്മുടെ ബോഡി ഫുള്ള് മഞ്ഞ കളറായി മാറും, അതുപോലെ നമ്മുടെ കണ്ണൊക്കെ രക്തം ഇല്ലാണ്ടായിട്ട് വിളർത്ത് പോവുകയും ചെയ്യും. അതിന് റീസൺ എന്താണെന്നറിയോ? ബ്ലഡിൽ ബില്ലിറൂബിൻ്റെ അളവ് വളരെ കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ജോണ്ടിസ് വരാനുള്ള കാരണം. ബ്ലഡിൽ ബില്ലിറൂബിൻ്റെ അളവ് വളരെയധികം കൂടുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ജോണ്ടിസ് വരുന്നത്. ഈ ജോണ്ടിസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നറിയോ? ലിവർ ഡിസീസ്, അതുപോലെ ഗാൾ ബ്ലാഡർ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഹീമോലിസിസ്, അതായത് റെഡ് ബ്ലഡ് സെൽസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ സിംറ്റം ആയിട്ട് ജോണ്ടിസ് വരാറുണ്ട്. അതുപോലെ നമുക്ക് ലിവർ ഫംഗ്ഷനിങ് ഒക്കെ പ്രോപ്പർ അല്ല, എന്തെങ്കിലും ലിവർ കരൾ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജോണ്ടിസ് പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത നമുക്കുണ്ട്. അതുപോലെ ഗാൾ ബ്ലാഡറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? ജോണ്ടിസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ബോഡിയിലുള്ള ബില്ലിറൂബിൻ്റെ അളവ് കൂട്ടും. അങ്ങനെയാണ് ജോണ്ടിസിലേക്ക് ആ ഒരു കണ്ടീഷൻ എത്തപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് കാരണം ഉണ്ടാവാം, ലിവർ സിറോസിസ്, അതുപോലെ ബൈൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ, ന്യൂബോൺ ജോണ്ടിസ്. കുഞ്ഞുങ്ങൾക്ക്, ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് ജോണ്ടിസ് ഉണ്ടാവാറുണ്ട്, മഞ്ഞച്ച് കാണാറുണ്ട്. അത് പക്ഷേ നമുക്കൊരു പരിധി വരെ വൈറ്റമിൻ ഡി ഒക്കെ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് ജോണ്ടിസ് വരുമ്പോഴാണ് അത് സീവിയർ കണ്ടീഷനിലേക്കും മരണത്തിലേക്ക് വരെ എത്താനുള്ള കാരണമാവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, what is the name of the inflammatory condition that causes cracks, crusting and scaling at the corners of the mouth due to vitamin B2 deficiency? വൈറ്റമിൻ B2 ഡെഫിഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വായയുടെ സൈഡിലൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ ദശ പുറത്തേക്ക് വരിക, തോലടർന്ന് വരുന്ന സ്കെയിലിങ്, അതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രാക്കുകൾ, നമുക്ക് ചെറിയ ചെറിയ മുറിവുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കും അല്ലേ? അതിൻ്റെ ആ ഒരു കണ്ടീഷൻ്റെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആ ഒരു കണ്ടീഷൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ആസ് ചിലോസിസ് എന്നാണ് ആ ഒരു കണ്ടീഷൻ്റെ പേര്. ഓക്കെ, ചിലോസിസ് എന്നാണ് ആ ഒരു കണ്ടീഷൻ്റെ പേര്. അപ്പം ഇത് ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. ഓക്കെ, അതിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് വൈറ്റമിൻ B2 ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, പിന്നെ എന്താണ്? ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാരണം ഇങ്ങനെ സംഭവിക്കാം. പിന്നെ അയൺ ഡെഫിഷ്യൻസി കാരണം സംഭവിക്കാം. അതുപോലെ നമ്മുടെ വായ പ്രോപ്പറായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് വെച്ചില്ലെങ്കിൽ, വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യുക, വായ കഴുകുക, ഇങ്ങനത്തെ കലാപരിപാടികളൊന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ? എന്താണ് അസുഖമെന്നും എന്ത് കാരണമാണ് ഇത് വരുന്നത് എന്നുമുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ക്രീംസ് ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ വൈറ്റമിൻ
ടാബ്ലറ്റ് വൈറ്റമിൻ ബി ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാം. പിന്നെ എന്താണ് റൈബോഫ്ലേവിൻ റിച്ച് ഫുഡ്, അതായത് മിൽക്ക്, എഗ്ഗ്, ലീഫി ഗ്രീൻസ്, നട്ട്സ് ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ബി കോംപ്ലക്സ് ഒക്കെ കഴിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ, വായിൽ ഇങ്ങനെ മൗത്ത് അൾസർ എന്ന് നമ്മൾ പറയും. മൗത്ത് അൾസർ വന്നു കഴിഞ്ഞാൽ ബി കോംപ്ലക്സ് കഴിച്ചാൽ മതി എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത് എന്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ്, വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി കാരണമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ്, മാച്ച് ദി ഫോളോ. ഇവിടെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയട്ടെ കേട്ടോ. ഈ ചിലിയോസിസിനെ നമുക്ക് ചില ഓപ്ഷൻസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ആങ്കുലാർ ചെയിലിറ്റിസ്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് തന്നെയാണ്, ഈ ചിലിയോസിസ് തന്നെയാണ് ആങ്കുലാർ ചെയിലിറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കണ്ടു കഴിഞ്ഞിട്ട് തെറ്റിപ്പോവരുത്. ഇത് രണ്ടും എന്ത് തന്നെയാണ്, ഒരേ അസുഖത്തിന് തന്നെ പറയുന്ന പേരാണ്. അടുത്തത് മാച്ച് ദി ഫോളോവിങ് ആണ് വരുന്നത്. മലേറിയ ഉണ്ടാക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. മലേറിയ ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയമാണ് മലേറിയ ഉണ്ടാക്കുന്നത്. ഡയേറിയ റോട്ടോവൈറസ് ആണ്. റോട്ടോവൈറസ് കാരണമാണ് എന്തുണ്ടാവുന്നത്, ഡയേറിയ ഉണ്ടാവുന്നത്. ടൈഫോയിഡിന് കാരണം ആരാണ്, സാൽമണല വൈറസാണ്, സാൽമണല്ലയാണ് ബാക്ടീരിയ ടൈഫോയിഡിന് കാരണമായിട്ടുള്ളത്. കോളറ ആര് കാരണമാണ് ഉണ്ടാവുന്നത്, കോളറ വിബ്രിയോ കൊളറേ കാരണമാണ് കോളറ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ മലേറിയ പ്ലാസ്മോഡിയം പാരസൈറ്റ് ആണ്. പ്ലാസ്മോഡിയം എന്താണ്, മലേറിയ എന്ന് പറയുന്നത് ഒരു പാരസൈറ്റിക് ഡിസീസാണ്. പ്ലാസ്മോഡിയം പാരസൈറ്റ് കാരണമാണ് മലേറിയ ഉണ്ടാവുന്നത്. ദെൻ ഡയേറിയ എന്ന് പറഞ്ഞാൽ എന്താണ്, റോട്ടാ വൈറസ് കാരണമാണ്. റോട്ടാ വൈറസ് കുഞ്ഞുങ്ങളിലാണ് കൂടുതലായിട്ടും ഈ റോട്ടാ വൈറസ് കാരണം ഡയേറിയ ഉണ്ടാവാനുള്ള കാരണം, വയറിളക്കത്തിലേക്ക് എത്തിക്കുന്നത്. അടുത്തത് ടൈഫോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൽമണല ടൈഫി എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ. കോളറ എന്താണ്, വിബ്രിയോ കൊളറേ എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയൽ ഡിസീസാണ് വാട്ടറി ഡയറിയയ്ക്ക് കാരണമാവുന്നത്. ഓക്കെ, കോളറ. അപ്പം ക്ലിയർ ആയല്ലോ അല്ലേ. നമുക്ക് ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്, DCBA ഓപ്ഷൻ 3 ആണ് നമുക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓപ്ഷൻസ് ഇൻഡിക്കേറ്റ്സ് ദ സൈസ് ഓഫ് PPLO. എന്താണ് PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് നമുക്ക് ആദ്യം നോക്കാം. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ്, നമ്മുടെ അറിവിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ഫ്രീ ലിവിങ് മൈക്രോ ഓർഗാനിസംസ് ആണ്. അവരെ പറയുന്ന വേറൊരു പേരാണ് മൈക്കോപ്ലാസ്മേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ചെറിയ ഫ്രീ ലിവിങ് മൈക്രോ ഓർഗാനിസംസ് ആണ് ഇവർ. അപ്പോൾ ഇവരുടെ സൈസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് 0.1 μm ആണ് അവരുടെ സൈസ് വരുന്നത്. ഓക്കെ, അപ്പം അത് മുതൽ എത്ര വരും, 0.3 വരെയാണ് അവരുടെ ഡയമീറ്റർ വരാനുള്ള ചാൻസ്. ഓക്കെ, അപ്പോൾ എന്താണ്, മൈക്കോപ്ലാസ്മയാണ് ഈ ഒരു പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് അല്ലെങ്കിൽ PPLOനെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയില്ലേ. അടുത്തത്, which essential amino acid enhances calcium absorption and also plays an important role in the formation of collagen. അതായത് കാൽസ്യം അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യണതും അതുപോലെ കൊളാജൻ ഫോം ചെയ്യുന്നിടത്തും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റോളുള്ള അമിനോ ആസിഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് ലൈസിൻ ആണ് ഇവരിലൊക്കെ കാൽസ്യം അബ്സോർപ്ഷന് കാരണമായിട്ടുള്ളതും അതുപോലെ കൊളാജൻ ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ള ആരാണ്, അമിനോ ആസിഡ് ആരാണ്, ലൈസിൻ ആണ്. ഓക്കെ, അപ്പം അത് എന്താ പറയുക, വൂണ്ട് ഹീൽ, എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യും, അതുപോലെ മസിൽ റിപ്പയർ ചെയ്യും. അപ്പോൾ ലൈസിൻ എന്ന് വെച്ചാൽ ലൈസിൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, വൂണ്ട് ഹീൽ ചെയ്യും, അതുപോലെ മസിൽ റിപ്പയറിങ്ങിനൊക്കെ ആർക്ക് സഹായിക്കാൻ പറ്റും, ലൈസിന് സഹായിക്കാനായിട്ട് പറ്റും. പിന്നെ കൊളാജൻ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാജൻ എന്തിനാണ്, സ്കിന്ന്, ടെൻഡൻസ്, ബോൺസ് ഇതിനൊക്കെ എന്താവശ്യമാണ്, കൊളാജൻ ആവശ്യമാണ് അല്ലേ. അപ്പം നമ്മൾ പറയാറുണ്ട് നമുക്ക് ഈ ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ കാൽഷ്യം ഡെഫിഷ്യൻസി ആണ് എന്നൊക്കെ നമ്മൾ പറയണത് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ലൈസിൻ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രോട്ടീൻ റിച്ച് ഫുഡ്സിലൊക്കെ നമുക്ക് എന്തിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും, ഈ ഒരു ലൈസിൻ്റെ പ്രസൻസ് കാണാനായിട്ട് പറ്റും. പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ മീറ്റ്, ഫിഷ്, ഡയറി പ്രോഡക്ട്സ്, ലെഗ്യൂംസ് ഇതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ലൈസിൻ്റെ പ്രസൻസ് കാണാനായിട്ട് പറ്റും. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് അനദർ നെയിം ഓഫ് വൈറ്റമിൻ സി? വൈറ്റമിൻ സിയുടെ വേറൊരു പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിനെ പറയുന്ന വേറൊരു പേരാണ് അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. അത് ഒരു വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. ഓക്കെ, അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ സോലുബിൾ ആണ്, വെള്ളത്തിൽ അലിയുന്ന ടൈപ്പ് ഓഫ് വൈറ്റമിൻ ആണ് സി വൈറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് എന്താ പറയുക? കൊളാജൻ സിന്തസിസ്, അതായത് നമുക്ക് കൊളാജൻ സിന്തസിസിന് വൈറ്റമിൻ സി ആവശ്യമാണ്. കൊളാജൻ സിന്തസിസ് എവിടെയാണ്? സ്കിന്ന്, ബ്ലഡ് വെസൽസ്, കണക്റ്റീവ് ടിഷ്യൂ, ഇതിനൊക്കെ എന്ത് ആവശ്യമാണ്? വൈറ്റമിൻ സി ആവശ്യമാണ്. പിന്നെന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ എന്താവശ്യമാണ്? വൈറ്റമിൻ സി ആവശ്യമാണ്. പിന്നെ എന്താണ്? നമ്മുടെ മുറിവ് കരിക്കുക, അയൺ അബ്സോർപ്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തിൻ്റെ ആവശ്യമുണ്ട്? വൈറ്റമിൻ സിയുടെ ആവശ്യമുണ്ട്. ഇനി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് സ്കർവി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പല്ലിനിടയിൽ കൂടെ, മോണകളിൽ കൂടെ ബ്ലഡ് വരുന്നത്, അതുപോലെ നമുക്ക് ഭയങ്കര വീക്ക്നെസ് ആയിരിക്കും. പിന്നെ മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനായിട്ട് സമയമെടുക്കുക. ഇതൊക്കെയാണ് സ്കർവി ഡിസീസിൻ്റെ അവസ്ഥകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് സ്കർവി എന്ന് പറയുന്നത്. വൈറ്റമിൻ സിയുടെ വേറൊരു പേരാണ് അസ്കോർബിക് ആസിഡ്. അത് വാട്ടർ സോലുബിൾ ആണ്, നമ്മുടെ സ്കിന്നിനും ഇമ്മ്യൂൺ സിസ്റ്റത്തിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദ ഇയർ 1925 ഹൂ എക്സ്ട്രാക്റ്റഡ് ലിപ്പിഡ്സ് ഫ്രം ആൻ erythrocyte sample and found that lipid monolayers are good for measuring molecular surface area versus lateral pressure. അതായത് 1925 ആരാണ് ഒരു എറിത്രോസൈറ്റ് സാമ്പിളിൽ നിന്നും ലിപ്പിഡ്സ് എക്സ്ട്രാക്ട് ചെയ്തു. അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിച്ചു എന്നറിയോ? ഈ ലിപ്പിഡ് മോണോലെയേഴ്സില്ലേ, അവർ മോളിക്കുലാർ സർഫസ് ഏരിയ വേഴ്സസ് ലാറ്ററൽ പ്രഷർ, ആ ഒരു മെഷർമെൻറ്റ് അത് മെഷർ ചെയ്യാനായിട്ട് ഈ ലിപ്പിഡ് മോണോലെയേഴ്സ് നല്ലതാണ് എന്ന് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദിക്കുന്നത്. കണ്ടുപിടിച്ച ആൾക്കാർ 2 പേരുണ്ട്. ഇറ്റ്സ് ഗോർട്ടർ ആൻഡ് ഗ്രൻഡൽ. ഓക്കെ, ഗോർട്ടറും ഗ്രൻഡലുമാണ് കണ്ടുപിടിച്ചത്. എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് ബ്ലഡ് സെൽ, RBCയിൽ നിന്നാണ് ഈ ഒരു ലിപ്പിഡ്സിനെ എക്സ്ട്രാക്ട് ചെയ്തത്. ഓക്കെ, അപ്പം ക്ലിയർ ആയില്ലേ? അടുത്തത്, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയൻ ഓഫ് ഡ്രഗ്സ്? ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷന് മാനദണ്ഡം അല്ലാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഡ്രഗ്സിൻ്റെ മോളിക്കുലർ ടാർജറ്റ് ഉണ്ട്, ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട്, കെമിക്കൽ സ്ട്രക്ചർ ഉണ്ട്, ബിഹേവിയർ കണ്ടീഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഡ്രഗ്സ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഡ്രഗ്സിനെ നമ്മൾ പല സയൻറ്റിഫിക് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യണത്. ബിഹേവിയർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്യാറ് ഇല്ല. ഓക്കെ, മോളിക്കുലാർ ടാർജറ്റ് ഉണ്ട്. കാരണം എന്താണ്? ബയോളജിക്കൽ മോളിക്യൂള്, എൻസൈം, റിസപ്റ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ ഡ്രഗ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫാർമക്കോളജിക്കൽ എഫക്റ്റ്, അതായത് നമ്മളിപ്പം അനസ്തീഷ്യയ്ക്ക് ഉള്ളത്, അനാൽജസിക് ആയിട്ട്, ആൻറ്റിബയോട്ടിക് ആയിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കെമിക്കൽ സ്ട്രക്ചർ, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, എന്തൊക്കെയാണ് കോമ്പണൻസ് ചേർന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ബേസിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രഗ്സിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ നോൺ പെറിഷബിൾ ഫുഡ്? നോൺ പെറിഷബിൾ ഫുഡ്, ഇതിനകത്ത് നോൺ പെറിഷബിൾ ഫുഡ് എന്താണ്? ഈ നോൺ പെറിഷബിൾ ഫുഡ് എന്ന് ആദ്യം അറിയണം അല്ലേ? നോൺ പെറിഷബിൾ ഫുഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോവാത്ത ടൈപ്പ് ഓഫ് ഭക്ഷണമാണ്. ഓക്കെ, അതിനെന്താ അറിയോ? നമ്മളിപ്പം എടുത്തു വെക്കുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് എടുത്തു വെക്കാൻ പറ്റുന്നത്, അതായത് ലോങ് ഷെൽഫ് ലൈഫ് ഉള്ള ടൈപ്പ് ഓഫ് ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ പെറിഷബിൾ ഫുഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് തൈര് കേട് എടുത്തു വെക്കാനായിട്ട് പറ്റില്ല, മീറ്റ് ഒരുപാട് കാലം എടുത്തു വെക്കാൻ പറ്റില്ല, പാലാണെങ്കിലും എടുത്തു വെക്കാൻ പറ്റില്ല. പകരം പൾസസ്, ധാന്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചധികം കാലത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫുഡാണ് പൾസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? നോൺ പെറിഷബിൾ ഫുഡ്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വിച്ച് endemic species of owl of central India is listed as endangered in the IUCN Red List since 2018. 2018 വംശനാശം സംഭവിച്ചു എന്ന് IUCN റെഡ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെൻട്രൽ ഇന്ത്യയിലുള്ള ഒരു ഔളിൻ്റെ ഒരു സ്പീഷീസ്, അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏതാണ് ഔൾ സ്പീഷീസ് എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് ഫോറസ്റ്റ് ഔലറ്റ്. ഓക്കെ, ഫോറസ്റ്റ് ഔലറ്റ് ആണ് എന്ത്? വംശനാശ ഭീഷണി അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു എന്ന് നമ്മൾ
2018 ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാരണം വളരെ കുറവാണ്. അതുപോലെ തന്നെ എന്താണ് അവരുടെ ഹാബിറ്റാറ്റ്, അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നഷ്ടം സംഭവിച്ചു. അവർക്ക് പ്രോപ്പറായിട്ട് ജീവിക്കാനുള്ള അവസ്ഥകൾ ഇല്ലാതെയായപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ പോപ്പുലേഷൻ വളരെയധികം കുറഞ്ഞു. ഓക്കെ, ഇവർ നമുക്ക് കാണാൻ പറ്റിയിരുന്നത് എവിടെയൊക്കെ അറിയോ? മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, അതുപോലെ ഒഡീഷയിലൊക്കെയാണ് ഈ ഫോറസ്റ്റ് ഔട്ട്ലെറ്റിനെ നമ്മൾ കണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഇത് 2018 എൻഡേഞ്ചർ ആയി എന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തത്, വിച്ച് മറൈൻ കരോട്ടിനോയിഡ് ഈസ് അബണ്ടൻറ്റ് ഇൻ ബ്രൗൺ സീവീഡ്, മാക്രോ ആൽഗെ ആൻഡ് ഡയറ്റംസ്. അതായത് ബ്രൗൺ സീവീഡിൽ, മാക്രോ ആൽഗയിൽ, ഡയറ്റംസിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു മറൈൻ കരോട്ടിനോയിഡ്. ഏതാണ് ആ മറൈൻ കരോട്ടിനോയിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഫ്യൂക്കോക്സാന്തിൻ. ഫ്യൂക്കോസാന്തിനാണ് നമുക്ക് എന്തിലൊക്കെ കാണാൻ പറ്റുന്നത്? ബ്രൗൺ സീവീഡിൽ, മാക്രോ ആൽഗെ, ഡയറ്റംസിലൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത് ഫ്യൂക്കോക്സാന്തിനാണ്. ഓക്കെ, ഇത് ഒരു ക്സാന്തോഫിൽ ഗ്രൂപ്പാണ് കേട്ടോ. ഈ ഫ്യൂക്കോസാന്തിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇറ്റ് ബിലോങ്സ് ടു സാന്തോഫിൽ ഗ്രൂപ്പ്. ഓക്കെ, കരോട്ടിൻ്റെ തന്നെ ക്സാന്തോഫിൽ ഗ്രൂപ്പാണ് ഉള്ളത്. ഇത് ആൽഗേസിലൊക്കെ ഫോട്ടോസിന്തസിന്, അതായത് ലൈറ്റ് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ ആൽഗേസിലൊക്കെ ഫോട്ടോസിന്തസിന് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഫ്യൂക്കോസാന്തിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? Which of the following researchers observed densely stained reticular structures surrounding the nucleus? ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഡെൻസായിട്ട് വളരെ കൂടി ചേർന്നിട്ട് എന്തുണ്ട്? റെട്ടിക്കുലർ സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്. ലൈക്ക് ഇവിടെ കണ്ടോ, ഈ ഒരു ഫിഗർ പോലെ അങ്ങനൊരു എന്താ പറയുക, സബ്സ്റ്റൻസ് ഉണ്ട് എന്ന്, ആ സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച റിസർച്ചർ ആരാണെന്നാണ് ചോദിക്കുന്നത്. കാമിലോ ഗോൾഗിയാണ് അത് കണ്ടുപിടിച്ചത്. കാമിലോ ഗോൾഗിയാണ് ആ ഒരു റെട്ടിക്കുലർ സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? നെർവ് സെൽസിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. ഈ സ്ട്രക്ചേഴ്സിനെ പിന്നീട് എന്ന് പറഞ്ഞു എന്നറിയോ? ഗോൾഗി അപ്പാരറ്റസ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്നതും ഈ ഒരു റെട്ടിക്കുലർ സ്ട്രക്ചേഴ്സിനെയാണ്. ഓക്കെ, ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു കമീലോ ഗോൾഗി ഈ ഒരു റെട്ടിക്കുലർ സ്ട്രക്ചേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം വരുന്ന ഈ ഒരു ഡെൻസ്ലി സ്റ്റെയിൻഡ് റെട്ടിക്കുലർ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് നിൽക്കുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, അദ്ദേഹം ഇവിടെ യൂസ് ചെയ്തത് സിൽവർ സ്റ്റെയിനിങ് ടെക്നിക്കാണ്. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെന്റിനായിട്ട് അദ്ദേഹം യൂസ് ചെയ്തത് സിൽവർ സ്റ്റെയിനിങ് ടെക്നിക്കാണ് യൂസ് ചെയ്തത് ഈ ഓർഗനൽ കാണാനായിട്ട്. പിന്നെന്താണ് ഈ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു സെല്ലിനകത്തുള്ള മോഡിഫിക്കേഷൻ, പാക്കേജിങ്, ട്രാൻസ്പോർട്ടിങ്, എന്തിൻ്റെ? സെല്ലിലുള്ള പ്രോട്ടീൻസിൻ്റെയും ലിപ്പിഡ്സിൻ്റെയും. നമുക്കറിയാം സെല്ലിനകത്ത് പ്രോട്ടീൻസും ലിപ്പിഡ്സും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഈ പ്രോട്ടീൻസിൻ്റെയും ലിപ്പിഡ്സിൻ്റെയും മോഡിഫിക്കേഷനും പാക്കേജിങ്ങും ട്രാൻസ്പോർട്ടിങ്ങും ഒക്കെ ആർക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ ആര് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്? ഈ ഒരു ഗോൾഗി അപ്പാരറ്റസ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട റോള് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പങ്ക് ആർക്കുണ്ട്? ഗോൾഗി അപ്പാരറ്റസിനുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? എന്താണ് ഗോൾഗി അപ്പാരറ്റസ്, ആരാണ് കണ്ടുപിടിച്ചത്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്ന് കിട്ടി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, Which of the following illustration shows the mitochondrian's structural details? മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഏതാണ് പറയുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏതാണ് മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, നമുക്ക് ഏതാ കാണാൻ പറ്റുന്നത്? മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം അപ്പം അതിനാദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തറിയണം? നമുക്ക് മൈറ്റോകോൺട്രിയ എന്താണെന്നുള്ള ഒരു മിനിമം ഐഡിയ വേണം അല്ലേ? മൈറ്റോകോൺട്രിയ എന്താണെന്നുള്ളൊരു മിനിമം ഐഡിയ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. ഇതാണ് ആക്ച്വലി മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? മൈറ്റോകോൺട്രിയയുടെ എന്താണ് ആ ഒരു സ്ട്രക്ചർ? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് അല്ലേ മൈറ്റോകോൺട്രിയ അറിയപ്പെടുന്നത്. മൈറ്റോകോൺട്രിയ അറിയപ്പെടുന്നത് പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ്. സെല്ലിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. കാരണം എന്താണ്? മൈറ്റോകോൺട്രിയക്കകത്ത് എന്ത് വരുന്നുണ്ട്? ATP പ്രൊഡക്ഷൻ നടക്കുന്നത്
മൈറ്റോകോൺട്രിയയിലാണ്. ATP എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അത് പ്രൊഡ്യൂസ് ചെയ്യണത് സെല്ലുലാർ റെസ്പിറേഷൻ വഴി മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് മൈറ്റോകോൺട്രിയ അറിയപ്പെടുന്നത്. ഓക്കെ, മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോമ്പണൻസ് ഉള്ള ഡബിൾ മെംബ്രെയിൻ, അകത്തൊരെണ്ണം പുറത്തൊരെണ്ണമുള്ള ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ് മൈറ്റോകോൺട്രിയ. ഔട്ടർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഔട്ടർ മെംബ്രെയിൻ വരുന്നത് അല്ലെ. സ്മൂത്ത് ആണ്, പെർമിയബിൾ ആണ്, അതായത് മോളിക്യൂൾസ് അയൺസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പോറിൻസ് ഉണ്ട്, അതായത് പ്രോട്ടീൻ ചാനൽസ്, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പ്രോട്ടീൻ ചാനൽസ് എന്തിനുണ്ട്? ഔട്ടർ മെംബ്രെയിനകത്ത് ഉണ്ട്. പിന്നെ ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇന്നർ മെംബ്രെയിനിലാണ് എന്ത് നടക്കുന്നത്? ATP സിന്തസിസ് ഒക്കെ നടക്കുന്നത്. ഇന്നർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ഇന്നർ മെംബ്രെയിൻസ് തമ്മിലുള്ള ആ ഒരു സ്പേസ് ആണ്. ഓക്കെ, പിന്നുള്ളതാണ് മെട്രിക്സ്. അതിനകത്തുള്ള ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുള്ള സ്പേസ് ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സിനകത്ത് ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. ആവശ്യമുള്ള പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? എൻസൈംസ്, മൈറ്റോകോൺട്രിയൽ DNA, റൈബോസോം, അതുപോലെ ക്രെബ്സ് സൈക്കിൾ, സിട്രിക് ആസിഡ് സൈക്കിളിലുള്ള മോളിക്യൂൾസ് ഒക്കെ എവിടെയാണ് കാണുന്നത്? ഈ ഒരു മെട്രിക്സിനകത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് ATP പ്രൊഡക്ഷൻ ആണ്. പിന്നെന്താണ്? ക്രെബ്സ് സൈക്കിൾ. ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ റിച്ച് മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും നമ്മൾ അതിനെ പറയുന്നുണ്ട്. പിന്നെന്താണ്? ഫാറ്റി ആസിഡ്സിൻ്റെയും അമിനോ ആസിഡ്സിൻ്റെയും ഒക്കെ മെറ്റബോളിസം ചെയ്യുന്നത് മൈറ്റോകോൺട്രിയ ത്രൂ ആണ്. പിന്നെന്താ? അതിന് സ്വന്തമായിട്ട് എന്തുണ്ട്? DNA, റൈബോസോംസ് ഒക്കെ ഉണ്ട്, അതായത് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? മൈറ്റോകോൺട്രിയ. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി പ്രൊഡക്ഷനും സെല്ലുലാർ മെറ്റബോളിസത്തിനും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ്, ബോഡി പാർട്ടിക്കിളാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഓക്കെ, എനർജി പ്രൊഡക്ഷനും സെല്ലുലാർ മെറ്റബോളിസം. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സെൽ ഓർഗനൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്മോൾ റൗണ്ട് ഓർഗനൽ ദാറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ റിയാക്ഷൻ ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ പെറോക്സൈഡ്? അതായത് ഒരു സെൽ ഓർഗനൽ, അത് എന്താണ്? ചെറിയ വട്ടത്തിലുള്ള ഒരു സെൽ ഓർഗനലാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട് എന്നറിയോ? ഓക്സിഡേഷൻ റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അവിടെ എന്താ പ്രൊഡ്യൂസ് ആവുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ആവുന്നത്. ആ സെൽ ഓർഗനലിനെ നമ്മൾ പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്? പെറോക്സിസോംസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. പെറോക്സിസോംസ് എന്നാണ് ആ സെൽ ഓർഗനലിനെ നമ്മൾ പറയുന്നത്. ആ പെറോക്സിസോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ആണ്, റൗണ്ട് ഓർഗനൽസ് ആണ്. എവിടെയാണ് കാണുന്നത് നമ്മളിത്? യൂക്കാരിയോട്ടിക് സെല്ലിലാണ് നമ്മൾ ഈ പെറോക്സിസോംസ് കാണുന്നത്. യൂക്കാരിയോട്ടിക് സെൽസിൽ. ഓക്കെ, യൂക്കാരിയോട്ടിക് സെൽസിലാണ് കാണുന്നത്. അതിനകത്ത് എന്തുണ്ട് എന്നറിയോ? ഓക്സിഡേറ്റീവ് എൻസൈംസ് ഉണ്ട്. ഓക്കെ, ഈ പെറോക്സിസോംസിനകത്ത് എന്തുണ്ട്? ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. അവരെന്താ ചെയ്യുക? റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യും. കാരണം റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസിന് ഇടയിൽ കാറ്റലിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഓക്സിഡേറ്റീവ് എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ റിയാക്ഷൻ്റെ അണ്ടറിലാണ് നിൽക്കുന്നത്, ഇടയിലാണ് നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ്സിൻ്റെ ബ്രേക്ക് ഡൗണിൽ, അതുപോലെ നമുക്കിപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ കയറി വന്നു എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഡീടോക്സിഫിക്കേഷൻ. ഒരു പരിധി വരെ നമ്മുടെ ബോഡിക്കകത്ത് ഹാംഫുൾ സബ്സ്റ്റൻസ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ അതിനെ റിയാക്ട് ചെയ്ത് പുറത്തേക്ക് വിടും അല്ലേ. അപ്പം അങ്ങനത്തെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിലൊക്കെ ആരാണ് കാറ്റലിസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്? ഈ ഒരു പെറോക്സിസോമിനകത്ത് കാണുന്ന ഓക്സിഡേറ്റീവ് എൻസൈംസ് ആണ് നിൽക്കുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ബോഡിക്കകത്തുള്ള കാര്യമല്ല ഞാൻ പറയണത്. ഞാൻ പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ ബോഡി തന്നെ റിയാക്ട് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയുമാണ് എന്ത് വരുന്നത്? പെറോക്സിസോമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ആൽക്കഹോൾ, ടോക്സിൻസ്, അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഡീടോക്സിഫിക്കേഷൻ, അതായത് ലിവർ സെൽസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പോൾ പെറോക്സിസോംസ് എന്താണ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. In which year did Walter Fleming stain the chromosomes to see them clearly and describe the entire process of mitosis? ഏത് വർഷമാണ് വാൾട്ടർ ഫ്ലെമിംഗ്? 1882 വാൾട്ടർ ഫ്ലെമിംഗ് എന്ത് ചെയ്തത്? അദ്ദേഹം ആരായിരുന്നു? ഒരു ജർമ്മൻ ബയോളജിസ്റ്റ് ആയിരുന്നു.
അനീലിൻ ഡൈസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു എന്നറിയോ, ക്രോമസോംസ് സ്റ്റെയിൻ ചെയ്തു. ക്രോമസോമിന് ഒരു കളർ കൊടുത്തു. സ്റ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്തു എന്നറിയോ, നമുക്ക് എന്തിനാണ് ഈ സ്റ്റെയിൻ കൊടുക്കുന്നത്? മൈക്രോസ്കോപ്പിൽ കൂടെ നമുക്ക് പ്രോപ്പറായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ അതിനൊരു സ്പെഷ്യൽ കളേർഡ് സബ്സ്റ്റൻസ് ആയി മാറണം അല്ലേ? അതിനായിട്ടാണ് അതിനെ സ്റ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, മൈക്രോസ്കോപ്പിൽ കൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാനുള്ള പരുവത്തിലേക്ക് ആരെ മാറ്റിയെടുത്തു? ക്രോമസോമിനെ മാറ്റിയെടുത്തു. അതിന് യൂസ് ചെയ്തത് അനിലൈൻ ഡൈസ് ആണ്. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റോസിസിൻ്റെ എൻറ്റയർ പ്രോസസ്സ് ഈ ഒരു വഴി അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തു. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു? ക്രോമസോം ഡ്യൂപ്ലിക്കേഷനും സെപ്പറേഷനും ഒക്കെ ഈ ഒരു പ്രോസസ്സിൽ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ, അതുപോലെ സെപ്പറേഷൻ, ക്രോമസോംസ് എങ്ങനെയാണ് സെപ്പറേറ്റ് ആവുന്നത്, അത് എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മൈറ്റോസിസ് എന്നുള്ള ഈ ഒരു പ്രോസസ്സ് ആര് ഡിസ്ക്രൈബ് ചെയ്തു? വാൾട്ടർ ഫ്ലെമിങ് 1882 ഡിസ്ക്രൈബ് ചെയ്തു. ഓക്കെ, അപ്പം ഇത് നമുക്ക് എന്ത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനുള്ള വഴിയൊരുക്കി? സെൽ ഡിവിഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ളൊരു ഐഡിയ കിട്ടാനായിട്ട് വാൾട്ടർ ഫ്ലെമിങ്ങിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുള്ളായി. ഓക്കെ അല്ലേ? അപ്പം സ്റ്റെയിൻ ചെയ്തത് ഏത് വർഷമായിരുന്നു അത് ചെയ്തത്? 1882 ചെയ്തത്. അനിലൈൻ ഡൈസ് യൂസ് ചെയ്തിട്ടാണ് ക്രോമസോമിനെ സ്റ്റെയിൻ ചെയ്തത്. അതെന്തിനാ ചെയ്തത്? അവരെ നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ടാണ് ഇത് ചെയ്തത്. അദ്ദേഹം ഈ ഒരു പ്രോസസ്സ് വഴി എന്ത് ചെയ്തു? മൈറ്റോസിസിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്തു. അതെന്ത് ഇൻക്ലൂഡഡ് ആണ്? ക്രോമസോം ഡ്യൂപ്ലിക്കേഷനും സെപ്പറേഷനും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മൈറ്റോസിസ്. ഇത് എന്തിന് വഴി വെച്ചു? സെൽ ഡിവിഷൻ എന്നുള്ള പ്രോസസ്സ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് നമുക്ക് ഉപകാരപ്പെട്ടു. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ ദാ ഇവിടെ നോക്കിക്കോ. CGL ടയർ 2 2020 ജനുവരി 18 നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, in which year was the fluid mosaic model proposed by Singer and Nicholson? The model commonly represented cell membrane structure and dynamics. ഓക്കെ, സിംഗർ ആൻഡ് നിക്കോൾസൺ മോഡൽ നമുക്കറിയാം അല്ലേ? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, സിംഗർ ആൻഡ് നിക്കോൾസൺ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ബയോളജിയിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. കേൾക്കാത്തവർ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ചെറിയൊരു കാര്യമാണ്. അതിപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ? ഏത് വർഷമാണ് സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്തത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അദ്ദേഹം ഇത് പ്രപ്പോസ് ചെയ്തത് 1972 1972 സിംഗർ ആൻഡ് നിക്കോൾസൺ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഈ മോഡൽ കോമൺ ആയിട്ട് എന്താ റെപ്രസെൻറ്റ് ചെയ്യണത്? സെൽ മെംബ്രെയിൻ സ്ട്രക്ചറും അതിൻ്റെ ഡൈനാമിക്സും ഒക്കെയാണ് ഈ ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്യണത്. ഓക്കെ, അപ്പം ഈ ഒരു മോഡൽ എന്തൊക്കെയാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെംബ്രെയിൻ എന്താണെന്നറിയോ? ഫ്ലൂയിഡ് സ്ട്രക്ചറാണ്. അതിൽ ഒരു ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ ബൈലെയർ കാണാൻ പറ്റും. ഓക്കെ, ഫ്ലൂയിഡ് സ്ട്രക്ചറാണ്. പിന്നെ എന്താ ഉള്ളത്? ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ ബൈലെയർ കാണാൻ പറ്റും. ഈ ബൈലെയറിനകത്ത് പ്രോട്ടീൻസ് എംബഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ബൈലെയറിൽ എന്തുണ്ട്? പ്രോട്ടീൻസ് കാണാൻ പറ്റും. ഒന്നുകിൽ പാർഷ്യലി ആയിരിക്കും, അല്ലെങ്കിൽ ഫുള്ളി സ്പാനിങ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ഒരു പ്രോട്ടീൻ കാണാൻ പറ്റുന്നത്. അതായത് ഒന്നുകിൽ പാർഷ്യലി അല്ലെങ്കിൽ പെരിഫറൽ പ്രോട്ടീൻസ് ആയിരിക്കും. പാർഷ്യലി എന്ന് പറഞ്ഞാൽ പെരിഫറൽ പ്രോട്ടീൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്? ഫുള്ളി സ്പാനിങ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആയിട്ടാണ് നമുക്ക് മെംബ്രെയിനിൽ പ്രോട്ടീൻസ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മെംബ്രെയിൻ എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ മോളിക്യൂൾസിൻ്റെ ലാറ്ററൽ മൂവ്മെൻ്റ് ഒക്കെ അലോ ചെയ്യുന്ന മെംബ്രെയിൻ ആണ്. ഓക്കെ, ഏത് മെംബ്രെയിനാണ്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ത്രൂ മെംബ്രെയിൻ സ്ട്രക്ചർ, സെൽ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം എന്താണ് ഇതിനകത്ത് എന്താ പറയുന്നത്? ഈ ഒരു സ്ട്രക്ചറിനകത്ത് പ്രോട്ടീൻസ് ആണുള്ളത്. ബൈലെയറിനകത്ത് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി സ്പാനിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെന്ത് ചെയ്യും? ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ മോളിക്യൂൾസിൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റ് അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following pairs is incorrect regarding the grade of organization and its example? നമുക്ക് കുറച്ച് പെയേഴ്സ് തന്നിട്ടുണ്ട്. അത് ഓർഗനൈസേഷൻ്റെ ഗ്രേഡും അതിൻ്റെ എക്സാമ്പിളും വെച്ചിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നോക്ക്, നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ഫസ്റ്റ് വൺ സെൽ ടിഷ്യൂ ഗ്രേഡ് ഓർഗനൈസേഷൻ. സെൽ ടിഷ്യൂ ഗ്രേഡ് എന്താണ്, ജെല്ലി ഫിഷ് ആണ്. ജെല്ലി ഫിഷ് സെൽ ടിഷ്യൂ ഗ്രേഡ് ഓർഗനൈസേഷനിൽ വരുന്നതാണ്. സോ ഇവിടുത്തെ ഓപ്ഷനിൽ വരണില്ല. ഓക്കെ, ജെല്ലി ഫിഷ് നിഡേറിയൻസിലാണ് സെൽ ടിഷ്യൂ ഗ്രേഡ് കാണുന്നത്. നിഡേറിയൻസിൻ്റെ എക്സാമ്പിൾ ജെല്ലി ഫിഷ് തന്നെയാണ്. സെൽ എന്താണ്, ടിഷ്യൂസ് ഫോം ചെയ്യും, പക്ഷെ കോംപ്ലക്സ് ഓർഗൻസ് ആയിട്ടൊന്നും മാറിയിട്ടുണ്ടാവില്ല. ഓക്കെ, സെൽ ടിഷ്യൂ ഗ്രേഡിൽ എന്താണ്, ടിഷ്യൂസ് ഫോം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കോംപ്ലക്സ് ഓർഗൻസ് ആയിട്ടൊന്നും മാറിയിട്ടുണ്ടാവില്ല. നിഡേറിയൻസ് ആണ് അത്. നമുക്ക് നിഡേറിയൻസിലാണ് സെൽ ടിഷ്യൂ ഗ്രേഡ് ഓർഗനൈസേഷൻ നമ്മൾ കാണുന്നത്. ജെല്ലി ഫിഷ്, ഹൈഡ്ര ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, നിഡേറിയൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, പിന്നെന്താണ് സെല്ലുലാർ ഗ്രേഡ് ഓർഗനൈസേഷൻ. സെല്ലുലാർ ഗ്രേഡ് ഓർഗനൈസേഷൻ സൈക്കോൺ ആണ്. അതെന്താണ്, കറക്റ്റ് ആയിട്ടുള്ളതാണ്. സോ ഇവിടെ അത് തെറ്റാണ്. അതെന്താണ്, സ്പോഞ്ചസ് ആണ്. ഓക്കെ, സ്പോഞ്ചസിലാണ്, പോറിഫറയിലാണ് നമ്മൾ സെല്ലുലാർ ഗ്രേഡ് ഓർഗനൈസേഷൻ പോറിഫറയിലാണ് കാണുന്നത്. സ്പോഞ്ചസ്, സൈക്കോൺ പോലുള്ള സ്പോഞ്ചസിലാണ് നമ്മൾ കാണുന്നത്. അവിടെ എന്താ പറയുന്നത്, സെല്ല് വന്നിട്ട് ലൂസായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ടിഷ്യൂസ് ഒന്നും ഫോം ചെയ്തിട്ടുണ്ടാവില്ല. സെല്ല് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ലൂസായിട്ടാണ് സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ് അവിടെ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അടുത്തത് പ്രോട്ടോപ്ലാസ്മിക് ഗ്രേഡ് പാരമീസിയം. പ്രോട്ടോപ്ലാസ്മിക് ഗ്രേഡ് ഓർഗനൈസേഷൻ നമ്മൾ പാരമീസിയം അതിനൊക്കെയാണ് കാണുന്നത്. അതായത് സിമ്പിൾ ലെവൽ ഓർഗനൈസേഷൻ ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷനിലാണ്, യൂണിസെല്ലുലാർ ഓർഗാനിസംസിലാണ് നമ്മൾ എന്ത് കാണുന്നത്, ഈ ഒരു പ്രോട്ടോപ്ലാസ്മിക് ഗ്രേഡ് ഓർഗനൈസേഷനൊക്കെ കാണുന്നത്. ഒരു സിംഗിൾ സെല്ലിനകത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, എല്ലാ ഫങ്ഷൻസും, ഡൈജഷൻ, എക്സ്ക്രീഷൻ, ലോക്കോമോഷൻ, ഇങ്ങനത്തെ, അതായത് ദഹനം ആണെങ്കിലും പുറന്തള്ളപ്പെടുന്നതാണെങ്കിലും അതിൻ്റെ ലോക്കോമോഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എവിടെയാണ് നടക്കുന്നത്, ഒരു സിംഗിൾ സെല്ലിലാണ് നടക്കുന്നത്. അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സെല്ലിൻ്റെ ഗ്രേഡ് ഓർഗനൈസേഷൻ ആണ് പ്രോട്ടോപ്ലാസ്മിക് ഗ്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് എവിടെ നമുക്ക് കാണാൻ പറ്റും, പാരമീസിയത്തിലൊക്കെ അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് ടിഷ്യൂ ഓർഗൻ ഗ്രേഡ് ഓർഗനൈസേഷൻ യുപ്ലക്ടെല്ല എന്നാണ് പറയുന്നത്. അതെന്താണ്, തെറ്റാണ്. കാരണം യുപ്ലക്ടെല്ല എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ഗ്രേഡ് ഓർഗനൈസേഷനിലാണ് വരുന്നത്. ഓക്കെ, ടിഷ്യൂ ഗ്രേഡ് ഓർഗനൈസേഷനിൽ ആര് വരുന്നില്ല, യുപ്ലക്ടെല്ല വരുന്നില്ല. സെല്ല് ലൂസായി പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, യുപ്ലക്ടെല്ലയിൽ കാണപ്പെടുന്നത്. കാരണം യുപ്ലക്ടെല്ല എന്താണ്, പോറിഫറയാണ്. ഓക്കെ, സൈക്കോൺ പോലെ തന്നെയുള്ളൊരു പോറിഫറ സബ്സ്റ്റൻസ് ആണ് യുപ്ലക്ടെല്ല എന്ന് പറയുന്നത്. അപ്പം എന്താണ്, നമുക്കത് സെല്ലുലാർ ഗ്രേഡ് ഓർഗനൈസേഷനിലാണ് കാണുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ടിഷ്യൂ ഓർഗൻ ഗ്രേഡ് ഓർഗനൈസേഷനിൽ വരുന്നത് പ്ലാറ്റി ഹെൽമിന്തസ് ഒക്കെയാണ്. അതായത് പ്ലനറിയ ഒക്കെയാണ് എന്തിൽ വരുന്നത്, ടിഷ്യൂ ഓർഗൻ ഗ്രേഡ് ഓർഗനൈസേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായില്ലേ, ക്ലിയർ ആയല്ലോ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സെൽ ഡിവിഷൻ വിച്ച് ക്രോമസോമൽ ബിഹേവിയർ ടേക്സ് പ്ലേസ് അറ്റ് ദ ലെപ്റ്റോട്ടീൻ സ്റ്റേജ്. ലെപ്റ്റോട്ടീൻ സ്റ്റേജ്, അതായത് ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ നമുക്ക് ഏത് ക്രോമസോമൽ ബിഹേവിയർ ആണ് കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ക്രോമസോംസ് കണ്ടൻസ് ചെയ്യുന്ന ലെവലാണ് എവിടെ എത്തുന്നത്, ലെപ്റ്റോട്ടീൻ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് നോക്കാം, ലെപ്റ്റോട്ടീൻ ഒരു നമുക്ക് ക്രോമസോംസ് കണ്ടൻസ് ചെയ്യും. അതായത് അവരെന്താവുന്നറിയോ, തിന്നാവും, ത്രെഡ് പോലുള്ള സ്ട്രക്ചർ ആവും. ക്രോമസോംസ് ഇങ്ങനെ നൂല് പോലുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറും. നമുക്ക് അവരെ എന്ത് കാണാൻ പറ്റും, മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റും. അതാണ് ഈ ഒരു കണ്ടൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടല്ലോ, അവർ എപ്പോഴും അറ്റാച്ച് ആയിട്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ എന്താണ്, അവരെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് അപ്പോഴും വിസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ക്രോമസോംസ് എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്ത് കാണാനായിട്ട് പറ്റുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക, ക്രോമസോംസിൻ്റെ ബിഹേവിയർ ആണ് കേട്ടോ ഈ പറയുന്നത്. ലെപ്റ്റോട്ടീൻ സ്റ്റേജിലുള്ള ക്രോമസോമിൻ്റെ ബിഹേവിയർ ആണ് പറഞ്ഞത്. അവർ തിൻ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ, ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ സംഭവിക്കുന്നത് ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ ആണ് സംഭവിക്കുന്നത്. അടുത്തത്, ചാർക്കോട്ട് മേരി ടൂത്ത് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ പെരിഫറൽ മൈലിൻ പ്രോട്ടീൻ 22 ജീൻ ഓൺ വിച്ച് ക്രോമസോം. ഏത് ക്രോമസോമിലുള്ള അല്ലെങ്കിൽ പെരിഫറൽ മൈലിൻ പ്രോട്ടീൻ 22 എന്ന് പറയുന്നത് ഒരു ക്രോമസോമിലുള്ള ജീനാണ്. അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ കാരണം, അത് ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നത് കാരണം ഉണ്ടാവുന്ന അസുഖമാണ് ചാർക്കോട്ട് മേരി ടൂത്ത് ഡിസീസ് എന്ന് പറയുന്നത്. ഏത് ക്രോമസോമിലാണ് ഈ ഒരു ജീന് കാണുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോമസോം 17 നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇത്
ഇത്തവണത്തെ CGL ടയർ 2 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻ പോകുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ചാർക്കോട്ട് മേരി ടൂത്ത് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ CMT ഡിസീസ് എന്നാണ് പറയുക. അതെന്താണെന്നറിയോ? ഒരു ഹെറിഡിറ്ററി ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്, പാരമ്പര്യമായി കിട്ടുന്ന ന്യൂറോ സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് പെരിഫറൽ നെർവ്സിനെയാണ് അഫക്റ്റ് ചെയ്യണത്. ഓക്കെ, അത് എന്ത് അതെന്തിന് കാരണം? അപ്പോൾ ടൂത്ത് ഡിസീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം പല്ലിന് വരുന്ന എന്തോ ഒരു പ്രശ്നമാണ് അല്ലേ, കുറേ പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെയല്ല കേട്ടോ. ഇവിടെ എന്താ സംഭവിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ വീക്ക്നെസ്, നമ്മുടെ ബോഡി മസിൽസൊക്കെ വീക്കാവാനൊക്കെ കാരണമാവുന്ന ആ ഒരു പ്രശ്നമാണ് CMT ഡിസീസ് അല്ലെങ്കിൽ ചാർക്കോട്ട് മേരി ടൂത്ത് ഡിസീസ് എന്ന് പറയുന്നത്. അതൊരു പാരമ്പര്യമായി കിട്ടുന്ന ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു CMT ഡിസീസിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ മസിൽ വീക്ക്നെസ്, അതുപോലെ ഫുഡ് ഡിഫോമിറ്റീസ്, നമ്മുടെ കാൽപാദങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുപോലെ റെഡ്യൂസ്ഡ് റിഫ്ലക്സസ്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യില്ലേ, ആ ഒരു റിഫ്ലക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരിക, സെൻസ് ഉണ്ടാവില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മേലെ തട്ടിയാലൊന്നും നമുക്ക് ആ ഒരു സെൻസ് ഒന്നും ഇല്ലാണ്ടായി പോവുക. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറ്റിക് ടെസ്റ്റിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ക്രോമസോം 17ൻ്റെ ഡ്യൂപ്ലിക്കേഷൻ, ക്രോമസോം 17ലുള്ള പെരിഫറൽ മൈലിൻ പ്രോട്ടീൻ 22 അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? CMT ഡിസീസ് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത് ദ ഗ്രോത്ത് ഫോം ഓഫ് എ പ്ലാന്റ് കംപ്രസിങ് ഇറ്റ്സ് സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഈസ് നോൺ ആസ്. അതായത് ഒരു ചെടിയുടെ ഗ്രോത്ത്, വളർച്ചയുടെ ആ ഒരു രൂപം, നമ്മൾ അതിൻ്റെ സൈസ്, ഷേപ്പ്, ഓറിയൻറ്റേഷൻ ഒക്കെ വെച്ചിട്ട് അതിനെ നമ്മൾ എങ്ങനെയാണ് പറയുക? അതിൻ്റെ ഹാബിറ്റ്, പ്ലാന്റ് ഹാബിറ്റ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഓക്കെ, അപ്പം പ്ലാന്റിൻ്റെ ഹാബിറ്റ് എന്നാണ് പറയുക. അതായത് പ്ലാന്റ് ഹെർബേഷ്യസ് ആണോ, ഷ്രബാണോ, കുറ്റിച്ചെടിയാണോ, മരമാണോ, ക്ലൈംബർ ആണോ, ക്രീപ്പർ ആണോ ഒക്കെ നമുക്ക് എപ്പോഴേ മനസ്സിലാവുള്ളൂ? അതിൻ്റെ വളർച്ചയുടെ ആ ഘട്ടത്തിലേ മനസ്സിലാവുള്ളൂ. അപ്പം ഇങ്ങനെ ആ വളർച്ചയുടെ ഘട്ടത്തിലെ പ്ലാന്റിൻ്റെ ഓരോ കാര്യങ്ങളെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നതാണ് പ്ലാന്റിൻ്റെ ഹാബിറ്റ് എന്ന് പറയുന്നത്. പ്ലാന്റ് ഹാബിറ്റ്, അപ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഹേർബ്സ് ഒരു ഹാബിറ്റാണ്, ഷ്രബ്സ് ഒരു ഹാബിറ്റാണ്, ട്രീസ്, ക്രീപ്പേഴ്സ്, ക്ലൈംബേഴ്സ്, ഇതൊക്കെ എന്താണ്? പ്ലാന്റിൻ്റെ ഹാബിറ്റാണ്. അപ്പം മനസ്സിലായല്ലോ അല്ലേ എന്താണ് ഈ ഹാബിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഹേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ ചെടികളാണ് അല്ലേ. ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇടത്തരം ചെടികളാണ്, മരങ്ങൾ പിന്നെ വലുത്. ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോർട്ടോട് കൂടിയിട്ട് പോകുന്നത്, എന്തെങ്കിലുമൊക്കെ പടർന്നു പോകുന്നതാണ് ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പടരുന്നതാണ്, നിലത്ത് പടരുന്ന ചെടികളാണ് ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം എന്താണ് ഈ കാര്യങ്ങളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പറയുന്നത് പ്ലാന്റ് ഹാബിറ്റ് എന്നാണ് പറയുന്നത്. വാട്ട് കൈൻഡ് ഓഫ് ഫൈലോടാക്സി വാസ് എക്സാമിൻഡ് ഇൻ ദ ഗുവ പ്ലാന്റ്? അതായത് ഈ പേരയിലയില്ലേ, പേരയിലയിൽ അല്ലെങ്കിൽ പേരച്ചെടിയിൽ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഫൈലോടാക്സി ആണ് നമ്മളവിടെ എക്സാമിൻ ചെയ്യണത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്പോസിറ്റ് ഫൈലോടാക്സി ആണ്. ഓക്കെ, ഫൈലോടാക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റെമ്മിൽ അല്ലെങ്കിൽ ഒരു ചില്ലയിൽ അല്ലെങ്കിൽ ഒരു ചെടിയിൽ അതിൻ്റെ ലീഫ്, ഓക്കെ, ഇലകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ഫൈലോടാക്സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇലകളുടെ അറേഞ്ച്മെൻറ്റിനെയാണ് ഫൈലോടാക്സി എന്ന് പറയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേര അല്ലെങ്കിൽ സിഡിയം ഗ്വാജാവ എന്നാണ് നമ്മളതിനെ പറയുന്നത് കേട്ടോ. സയൻറ്റിഫിക് നെയിം സിഡിയം ഗ്വാജാവ. ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കാം, ആവശ്യമുള്ളവർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇടയിലിടയിൽ ഓരോന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കും. എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് ഒന്നും ഓർമ്മയിൽ ഇല്ലാതിരിക്കുക. ഓക്കെ, അപ്പോൾ സിഡിയം ഗ്വാജാവ എന്ന് പറയുന്ന ഈ ഒരു ഗ്വാ പ്ലാന്റിൽ ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് ഫൈലോടാക്സിയാണ്. അതായത് ഒരു നോഡിൽ നിന്ന് തന്നെ, ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഓപ്പോസിറ്റ് സൈഡ്സിലേക്കായിട്ടാണ് ഇലകൾ വളർന്നു വരുന്നത്. ഓക്കെ, അപ്പം ഒരിടത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഒരെണ്ണം തന്നെ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡിലോട്ടായിട്ടാണ് എന്ത് വരുന്നത്? ഇലകൾ വളർന്നു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് വളർച്ച അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പോസിറ്റ് ഫൈലോടാക്സി എന്ന് പറയുന്നത്. ഫൈലോടാക്സി നമുക്ക് ഓപ്പോസിറ്റ് ഉണ്ട്,
ഓൾട്ടർനേറ്റ് ഉണ്ട്. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, സിംഗിൾ പെർ നോഡ്, ഒരു നോഡിൽ ഒരു ഇല, ആ രീതിയിൽ വരുന്നതാണ്. അത് സൺഫ്ലവറിൻ്റെ ചെടിയിലെ ഇലകളൊക്കെ ആ രീതിയിലാണ്, ഓൾട്ടർനേറ്റ് ആണ്, ഒരെണ്ണത്തിൽ ഒരു ഇല. ഓക്കെ, ഇനി ഓൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോൾഡ് അല്ലെങ്കിൽ ഹോൾഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോഡിൽ നിന്നും ഒരുപാട് ഇലകൾ വരുന്നത്. ഓക്കെ, ഒരു സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ ഒരു നോഡിൽ നിന്നും തന്നെ ഇങ്ങനെ ഇലകൾ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ റോൾഡ് അല്ലെങ്കിൽ ഓൾഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, ഇവിടെ കാണുന്നത് ഓപ്പോസിറ്റ് ഫൈലോടാക്സിയാണ്. അത് ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തത്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സിമിലർ സൈസ് ഓഫ് ദ വാസ്കുലാർ ബണ്ടിൽ ഇൻ മോണോകോട്ട് ലീവ്സ്? മോണോകോട്ട് ലീവ്സിൽ ഈ ഒരു സിമിലർ സൈസ്, വാസ്കുലാർ ബണ്ടിൽസിന് ഒരേ സൈസ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പാരലൽ വീനേഷൻ കാരണമാണ്. പാരലൽ വീനേഷൻ എന്താണ്? പാരലൽ വീനേഷൻ മോണോകോട്ട് ലീവ്സിലാണ് നമ്മൾ എന്ത് കാണുന്നത്? പാരലൽ വീനേഷൻ കാണുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിൻസ് കണ്ടോ, ചെടിയിൽ കാണുന്ന ഈ വെയിൻസ് ഉണ്ടല്ലോ, ഈ നാര് പോലുള്ളത്, ഇതെങ്ങനെയാണ് ഇതിനകത്ത് പോകുന്നത്? ഇങ്ങനെ പാരലലായിട്ടാണ്, അല്ലെ ഇങ്ങനെ നീളത്തിൽ പാരലലായിട്ടാണ് ഈ ചെടിയിൽ നമ്മൾ കാണുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ വെയിൻ ഇല്ലാണ്ട് നമ്മൾ നോർമലി കാണുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ കാണാറുണ്ട് അല്ലേ, ചെടിയിൽ ഇങ്ങനെ വെയിൻസ് കാണാറുണ്ട് അല്ലേ, നമ്മൾ ഇലകളിൽ കാണാറുണ്ട്. അതല്ലാണ്ട് ഈ ഒരു സെൻറ്റർ നോഡ് ഇല്ലാണ്ട്, സെൻറ്റർ സപ്പോർട്ട് ഇല്ലാണ്ട് ഇങ്ങനെ പാരലലായിട്ട് പോകുന്ന ഈ ഒരു വെയിൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് എന്തിലാണ് കാണുന്നത്? മോണോകോട്ട് ലീവ്സിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പാരലൽ വീനേഷൻ കാരണമാണ് മോണോകോട്ട് ലീവ്സിലെ വാസ്കുലാർ ബണ്ടിലിന് എപ്പോഴും ഒരേ സൈസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റെട്ടിക്കുലേറ്റ് വീനേഷൻ? റെട്ടിക്കുലേറ്റ് വീനേഷന് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്തറിയാം? റെട്ടിക്കുലേറ്റ് വീനേഷൻ, പാരലൽ വീനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പാരലലായിട്ട് പോകുന്നതാണ് പാരലൽ വീനേഷൻ, മോണോകോട്ടിൽ കാണുന്നത്. ഇനി റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് പോലുള്ള പാറ്റേൺ ആയിരിക്കും. അതായത് ഡൈക്കോട്സിലൊക്കെ കാണുന്നത് ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയും നമുക്ക് കാണാൻ പറ്റും അല്ലേ, ഇലകളിൽ അല്ലെ, ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള വെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ റെട്ടിക്കുലേറ്റ് വീനേഷൻ അല്ലാത്തത് മെയ്സ് ആണ്. ഓക്കെ, മെയ്സിന് എന്താണ്? മെയ്സിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പറയുന്ന പാരലൽ വീനേഷൻ ആണ് നമുക്ക് മെയ്സിൽ കാണാൻ പറ്റുന്നത്. മെയ്സ് എന്താണ്? മോണോകോട്ടാണ്. മെയ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പാരലൽ വീനേഷൻ ആണ് കാണാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണ് കാണാൻ പറ്റുന്നത്. തുളസി ആണെങ്കിലും കൊറിയാൻഡർ ആണെങ്കിലും ചൈന റോസ് ആണെങ്കിലും ഒക്കെ എന്താണ്? ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണ്. അവയിലെല്ലാം കാണുന്നത് റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കോമ്പണൻറ്റ് ഓഫ് എ ഫ്ലവർ? ഒരു പൂവിൻ്റെ കോമ്പണൻ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, കാലിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പൽസ് ഉണ്ടാക്കിയിരിക്കുന്ന, സെപ്പൽസ് മറ്റേ പൂവിൻ്റെ ആ ഒരു ബഡിനെ, പൂമുട്ടിനെ സംരക്ഷിക്കുന്ന ആ ഒരു സെപ്പൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഔട്ടർമോസ്റ്റ് കാണപ്പെടുന്ന ആ ഒരു സാധനത്തിനെയാണ്, ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? പൂവിൻ്റെ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ കോമ്പണൻ്റ് ആണ്. അടുത്തത് കൊറോള എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, ഇതളുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അല്ലെ, ഇതളുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ കൊറോള എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ്? ഫ്ലവറിൻ്റെ കോമ്പണൻ്റ് ആണ്. അടുത്തത് ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് അല്ലേ, സ്റ്റേമൻസ് ഒക്കെ കാണുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം. അപ്പോൾ അതും എന്താണ്? ഫ്ലവറിൻ്റെ കോമ്പണൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ഫ്ലവറിൻ്റെ കോമ്പണൻ്റ് അല്ലാത്തത് സ്പൈനാണ്. നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ്രീഷ്യം ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ നമ്മൾ ഗൈനീഷ്യം എന്നാണ് പറയുന്നത്. ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ എന്നാണ് നമ്മൾ ഫ്ലവേഴ്സിലുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നറിയോ? ഈ ഗൈനീഷ്യത്തിനകത്ത് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ഒക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ ഒരു ഗൈനീഷ്യത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത
ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു നീം? വേപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. പിന്നേറ്റ്ലി, പാൽമേറ്റ്ലി, സ്പൈൻസ്, ടെൻട്രിൽ. ഓക്കെ, അപ്പം വേപ്പിൻ്റെ സയൻറ്റിഫിക് നെയിം അസാഡിറാക്ട ഇൻഡിക്ക എന്നാണ് കേട്ടോ. ഞാനിവിടെ എഴുതി തരാം. പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല. അസാഡിറാക്ട ഇൻഡിക്ക. ഓക്കെ, അപ്പം ഇത് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫ്ലെറ്റ്സ് ഉണ്ടല്ലോ, ഈ ഇലകളുണ്ടല്ലോ, എങ്ങനെയാണെന്നറിയോ? ഒരു കോമൺ, അതായത് നമുക്കറിയാം വേപ്പില എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇങ്ങനെ കാണും, പിന്നെ അതിനകത്ത് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ആണല്ലേ. അപ്പോൾ വേപ്പിലയുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിന്നേറ്റ്ലി കോമ്പൗണ്ട്. പിന്നേറ്റ്ലി എന്നാണ് അതിനെ പറയുന്നത്. ഒരു തൂവൽ പോലെയൊക്കെയാണ് അല്ലേ വേപ്പിലയുടെ അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ഒരു സെൻട്രൽ നമുക്ക് നടുക്കൊരെണ്ണം ഉണ്ടാവും, അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് ആ ഒരു ലീഫൊക്കെ കാണാൻ പറ്റുന്നത്. ഒന്നുകിൽ ഓൾട്ടർനേറ്റ് ആയിരിക്കും, ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു ഇലകളുടെ അറേഞ്ച്മെൻറ്റ് പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം നീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പിന്നേറ്റ്ലി എന്നാണ്. ഓക്കെ, പാമേറ്റ്ലി ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ പോയിന്റിൽ നിന്നും ലീവ്സ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നതാണ് പാമേറ്റ്ലി എന്ന് പറയുന്നത്. സ്പൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പൈൻസ് കാക്ടസ് പോലുള്ള ചെടികളിലാണ് നമുക്ക് സ്പൈൻസ് കാണുന്നത്. ടെൻട്രിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമുക്ക് പീ പോലുള്ള, അതായത് ക്ലൈംബേഴ്സ് ഉണ്ടല്ലോ, ക്ലൈംബേഴ്സിലൊക്കെ കാണപ്പെടുന്നതാണ് ടെൻട്രിൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നീം എന്താണ്? പിന്നേറ്റ്ലി ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ. നിങ്ങൾ ഈ കാണുന്ന ക്ലാസ്സിലെ ചോദ്യങ്ങളടക്കം അവസാനമായി നടന്ന 6 വർഷങ്ങളിലെ CGL ചോദിച്ചിട്ടുള്ള ടയർ 1ലെയും ടയർ 2ലെയും എല്ലാ GK ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു CGL ക്വസ്റ്റ്യൻ ബാങ്ക് അക്കാഡമിക്സിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3678 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എല്ലാ സബ്ജക്റ്റും, GKയിലെ എല്ലാ സബ്ജക്റ്റും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, എക്കണോമിക്സ്, സ്ട്രാറ്റജിക്ക്, ഈവൻ ടയർ 2ൽ ചോദിക്കുന്ന, ടയർ 2ൽ ക്വാളിഫിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിലെ ചോദ്യങ്ങൾ വരെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈ പറയുന്ന പോലെ CGL ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. 2019 മുതലുള്ളത് ഓരോന്നായിട്ട് പെരുക്കിയെടുത്ത് സബ്ജക്ട് വൈസ് സോർട്ട് ചെയ്തിട്ടാണ് ഇതിരിക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ സബ്ജക്റ്റിനും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇയർ വൈസ് തന്നെ നമ്മൾ അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ പരിചയപ്പെടുന്നതിലൂടെ എങ്ങനെയാണ് CGL GKയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതെന്നും എങ്ങനെയാണ് അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു PDF നിന്ന് കിട്ടും. ഇതിന് 99 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. PDF ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാം. താങ്ക് യു. First question. Which of the following is the best definition of ecological efficiency? എക്കോളജിയുടെ എഫിഷ്യൻസിയെ ഡിഫൈൻ ചെയ്യാനുള്ള ബെസ്റ്റ് കോട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഡെഫിനിഷൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇതിനകത്തുള്ള ഡെഫിനിഷൻ ഏതാണെന്ന് അറിയാം. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദ റേഷ്യോ ബിറ്റ്വീൻ എനർജി ഫ്ലോസ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഇൻ എ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിനിൻ്റെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് നമുക്കറിയാം. ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ വൺ ബൈ വൺ ഒരു ഫ്ലോ ആണ് വരുന്നത് അല്ലേ, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്ന് പറഞ്ഞു പോകുന്ന ആ ഒരു ഫ്ലോ ആണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ആ ഫുഡ് ചെയിനിൽ ഓരോ പോയിൻറ്റ്സിലും ഉണ്ടാവുന്ന എനർജിയുടെ ഫ്ലോ ഉണ്ടല്ലോ, എനർജിയും മാസും ഒക്കെ അവിടെ ഫുഡ് ചെയിൻ ത്രൂ ഇങ്ങനെ ഫ്ലോ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. ഫുഡ് ചെയിനിൽ എനർജി, മാസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്. അതിനകത്തുള്ള എനർജിയുടെ ഫ്ലോ, അതായത് ഫുഡ് ചെയിനിലെ ഓരോ പോയിന്റിലുമുള്ള എനർജിയുടെ ഫ്ലോ, അത് തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ ആ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോളജിക്കൽ എഫിഷ്യൻസി എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഒരു ട്രോപ്പിക് ലെവലിൽ നിന്നും വേറൊരു ട്രോപ്പിക് ലെവലിലേക്ക്, ഫുഡ് ചെയിനിൻ്റെ ഒരു ട്രോപ്പിക് ലെവലിൽ നിന്നും വേറൊരു ട്രോപ്പിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എക്കോളജിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ട്രോപ്പിക്കൽ ലെവൽ ടു നെക്സ്റ്റ് ട്രോപ്പിക്കൽ ലെവൽ, അതാണ് എന്തെന്ന് പറയുന്നത്? എക്കോളജിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു എനർജി പാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരു ലെവലിൽ നിന്നും വേറൊരു ലെവലിലേക്ക്, ഒരു ലെവലിൽ ഇരിക്കുന്ന എനർജിയുടെ 10% മാത്രമാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 10% മാത്രമാണ് എനർജിയുടെ ട്രാൻസ്ഫർ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? എക്കോളജിക്കൽ എഫിഷ്യൻസി എന്താണെന്നും അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ എന്താണ് എന്നുമുള്ള കാര്യം പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത
ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റെഡ് കളർ ഓഫ് ബീട്രൂട്ട്? ബീട്രൂട്ടിൻ്റെ റെഡ് കളർ, നമുക്കറിയാം ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ റെഡ് കളറായിട്ടുള്ളൊരു വെജിറ്റബിൾ ആണ് അല്ലേ. ആ ഒരു റെഡ് കളറിന് കാരണമായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബെറ്റാനിൻ ആണ് ബീട്രൂട്ടിൻ്റെ റെഡ് കളറിന് കാരണമായിട്ടുള്ളത്. ബെറ്റാറ്റിൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ടൈപ്പ് ഓഫ് ബെറ്റാലൈൻ പിഗ്മെൻ്റ് ആണ്. ബെറ്റാലൈൻ പിഗ്മെൻ്റ് ഒരു ടൈപ്പ് ഓഫ് ബെറ്റാലൈൻ പിഗ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ബെറ്റാനിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബെറ്റാലൈൻ പിഗ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെറ്റാലൈൻ പിഗ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ബീട്രൂട്ടിന് റെഡ് കളർ കൊടുക്കുന്നത്. സോ ബെറ്റാനിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫോം ഓഫ് ബെറ്റാലിൻ പിഗ്മെൻ്റ് ആണ്. സോ നമുക്ക് എന്ത് വരും, ഓപ്ഷൻസിൽ ഒന്നുകിൽ ബെറ്റാനിൻ എന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തായിരിക്കും ബെറ്റാലൈൻ പിഗ്മെൻ്റ് എന്നോ, അല്ലെങ്കിൽ പിന്നുള്ളത് ബെറ്റാലൈൻസ് എന്നോ. ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ബെറ്റാലൈൻ പിഗ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വാട്ടർ സോലൂബിൾ ആണ്. ഓക്കെ, വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഓഫ് പിഗ്മെൻ്റ് ആണ്. സോ ഇറ്റ്സ് വാട്ടർ സോലൂബിൾ. പിന്നെ എന്താണ്, നമ്മൾ ഈ ഒരു ബെറ്റാലൈൻ പിഗ്മെൻറ്റിനെ നാച്ചുറൽ ഫുഡ് കളറിങ്ങിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നാച്ചുറൽ ഫുഡ് കളറിങ്ങിനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബെറ്റാലൈൻ പിഗ്മെൻറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ, അപ്പോൾ ആവശ്യമുള്ള പോയിൻറ്റ്സ് കിട്ടിയല്ലോ അല്ലേ. ബെറ്റാലൈൻ പിഗ്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും അതിന് ആവശ്യമായിട്ടുള്ള പോയിൻറ്റ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോബ്സ് ലൈക്ക് റൈസോബിയം, നൈട്രോസൊമോണാസ് ആൻഡ് നൈട്രോബാക്ടർ ആർ യൂസ്ഡ് ഫോർ. അപ്പോൾ ഇതിനകത്ത് എന്താണ്, റൈസോബിയം, നൈട്രോസൊമോണാസ്, അതുപോലെ നൈട്രോബാക്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ്, മൈക്രോബ്സ് ആണ് അല്ലേ. മൈക്രോബ്സ് ആണ്. ഇവരെയൊക്കെ എവിടെയാണ് ഇവരുടെ യൂസ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവരൊക്കെ എവിടെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് ഇവരുടെ യൂസ് വരുന്നത്. ഇവരുടെ യൂസ് വരുന്നത് നൈട്രജൻ സൈക്ലിങ്ങിലാണ്. ഓക്കെ, നൈട്രജൻ സൈക്കിളിൻ്റെ അവിടെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇവരുടെ യൂസ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നൈട്രജൻ സൈക്കിളിൽ ആദ്യം എന്താ സംഭവിക്കുന്നത്, അറ്റ്മോസ്ഫറിക് നൈട്രജൻ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അറ്റ്മോസ്ഫറിക് നൈട്രജൻ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ അല്ലേ. ഇതാ ഇവിടെ അറ്റ്മോസ്ഫറിൽ നിന്ന് കിട്ടുന്ന നൈട്രജൻ എന്തായിട്ട് മാറുകയാണ്, അമോണിയ ആയിട്ട് മാറുന്ന ഈ പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ്, റൈസോബിയമാണ്. ഓക്കെ, അറ്റ്മോസ്ഫറിക് നൈട്രജൻ അമോണിയ ആയിട്ട് പ്ലാന്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് റൈസോബിയമാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ഈ ഒരു അമോണിയ നൈട്രോസോമണാസ് എന്ത് ചെയ്യുന്നറിയോ, ഈ അമോണിയനെ എന്തായിട്ട് മാറ്റും, നൈട്രൈറ്റ്സ് ആയിട്ട് മാറ്റും. നൈട്രൈറ്റ്സ്, ഇത് നൈട്രൈറ്റ്സ് ആണ് കേട്ടോ. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യണത് ആരാണ്, നൈട്രോസൊമണാസ് ആണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യണത്. ആഫ്റ്റർ ദാറ്റ് ഈ നൈട്രേറ്റ്സ് ആയിട്ട് മാറും. അത് ചെയ്യുന്നത് ആരാണ്, നൈട്രോബാക്ടർ ആണ്. നൈട്രൈറ്റ്സിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണത്, നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണത്. ഓക്കെ അല്ലേ. അപ്പോൾ റൈസോബിയം എന്ത് ചെയ്യും, അറ്റ്മോസ്ഫറിക് നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യണത് റൈസോബിയമാണ്. ദെൻ അമോണിയനെ നൈട്രൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണത് നൈട്രോസൊമണാസ് ആണ്. ദെൻ നൈട്രൈറ്റ്സിനെ നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണത് ആരാണ്, നൈട്രോബാക്ടർ ആണ്. ഓക്കെ അല്ലേ. അപ്പം നൈട്രജൻ സൈക്ലിങ്ങിലാണ് ഇവർക്ക് എന്തുള്ളത്, വളരെ നല്ലൊരു പങ്കാളിത്തം ഉള്ളത്. ഓക്കെ, അടുത്ത question. Who mentioned ecosystem as the basic unit in ecology in 1956? 1956 ആരാണ് എക്കോസിസ്റ്റത്തിനെ ബേസിക് യൂണിറ്റ് ഇൻ എക്കോളജി എന്ന് പറഞ്ഞത്? ഓക്കെ, അത് പറഞ്ഞത് ഫ്രാൻസിസ് ഇവാൻസ് ആണ്. ഓക്കെ, ഫ്രാൻസിസ് ഇവാൻസ് ആണ് എന്ത് പറഞ്ഞത്, എക്കോസിസ്റ്റം ഇസ് ദ ബേസിക് യൂണിറ്റ് ഇൻ എക്കോളജി എന്ന് പറഞ്ഞത്. ഏത് വർഷമാണ് പറഞ്ഞത്, 1956 പറഞ്ഞത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് അത്രയും നമുക്ക് പറയാനുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ബ്രാഞ്ച് ഓഫ് എക്കോളജി ഡീൽസ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻഷ്യൻ്റ് എൻവയോൺമെൻറ്റ് ആൻഡ് ദ റിലേഷൻഷിപ്പ് വിത്ത് ആൻഷ്യൻ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? പുരാതന കാലത്തെ ആൻഷ്യൻ ടൈംസിലുള്ള എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയും അതുപോലെ തന്നെ ആ പരിസ്ഥിതി അന്നത്തെ എൻവയോൺമെൻറ്റും അന്നത്തെ പ്ലാന്റ്സും ആനിമൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന എക്കോളജിയുടെ ബ്രാഞ്ചിനെ നമ്മൾ എന്താ പറയുക എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് ആസ് പാലിയോക്കോളജി. പാലിയോക്കോളജി എന്നാണ് നമ്മൾ ആ ഒരു ബ്രാഞ്ച് ഓഫ് എക്കോളജീനെ പഠിക്കുന്നത്. എന്താണ് നമ്മൾ പഠിക്കുന്നത്, ആൻഷ്യൻ്റ് എൻവയോൺമെൻറ്റും അവർക്ക് ആൻഷ്യൻ പ്ലാന്റ്സും ആനിമൽസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ഒരു പാലിയോക്കോളജി ത്രൂ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ,
അത് നമ്മൾ ഏത് വഴിയാണ് ചെയ്യുന്നത്? ഫോസിൽ റെക്കോർഡ്സ്. ഓക്കെ, പാലിയോക്കോളജിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ, പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നേരിട്ട് പോയി പഠിക്കാനൊന്നും ഇല്ല അല്ലേ, അപ്പോൾ ഫോസിൽ റെക്കോർഡ്സ് യൂസ് ചെയ്യും. പിന്നെ എന്താണ്, പ്ലാന്റ്സിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ പോളൻ അനാലിസിസ് ചെയ്യും. ഓക്കെ, പോളൻ അനാലിസിസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പഠനം നടത്തുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത് ടെക്സസ് വലിക്കിയാന സക്ക്. എനിക്കിതിങ്ങനെ തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. ടെക്സസ് വലിക്കിയാന സക്ക് ഹിമാലയൻ യു എന്ന് പറയുന്നത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഓക്കെ, ഒരു മരുന്ന് ചെടിയാണ്. അത് ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചെടി ഇതാണ്. അത് കാണപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലാണ്. നമുക്ക് തന്നിരിക്കുന്നതിൽ ഹിമാചൽ പ്രദേശിലാണ്. ഹിമാലയൻ റീജിയൻസിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് വന്നിരിക്കുന്നത്? ഹിമാലയൻ യു എന്ന് നമ്മൾ അതിനെ പറയുന്നത്. ഹിമാചൽ പ്രദേശ് അല്ലാണ്ട് പിന്നെ ഈ ഒരു മെഡിസിനൽ പ്ലാന്റ് കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ്, പിന്നെ അരുണാചൽ പ്രദേശിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു ചെടി കാണാനായിട്ട് പറ്റും. പിന്നെ പിന്നെയുള്ള മൗണ്ടൈനിയസ് സ്റ്റേറ്റ്സ്, അതായത് പർവ്വത നിരകളൊക്കെ കാണപ്പെടുന്ന ഹിമാലയൻ റേഞ്ചസിലൊക്കെയാണ്, ആ ഒരു സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ടാക്സസ് വലിക്കിയാന സക്ക് അല്ലെങ്കിൽ ഹിമാലയൻ യു എന്ന് പറയുന്ന ഈ ഒരു മെഡിസിനൽ പ്ലാന്റ് കാണാൻ പറ്റുന്നത്. ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ ഹിമാലയൻ യുവിൽ നിന്നാണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണതെന്നറിയോ? ടാക്സോൾ പ്രൊഡ്യൂസ് ചെയ്യണത്. ഈ ടാക്സോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റി ക്യാൻസർ കോമ്പൗണ്ടാണ്. കീമോതെറാപ്പിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആൻറ്റി ക്യാൻസർ കോമ്പൗണ്ടാണ് എന്ത്? ടാക്സോൾ. ഈ ടാക്സോൾ പ്രൊഡ്യൂസ് ചെയ്യണത് എവിടെ നിന്നാണ്? ടെക്സസ് വലിക്കിയാന സക്ക് അല്ലെങ്കിൽ ഹിമാലയൻ യു എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് ടാക്സോൾ പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചെടിക്ക് ഇത്രത്തോളം പ്രത്യേകത എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്ലാന്റ്സ് ഇസ് യൂസ്ഡ് ടു ക്യൂർ കോൾഡ് ആൻഡ് കഫ്? പനി, ചുമ, ജലദോഷം, കഫക്കെട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ക്യൂർ ചെയ്യുന്ന ചെടി ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് തുളസി അല്ലേ? തുളസി പ്ലാന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ജലദോഷവും ചുമയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നാട്ടുമരുന്നായിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ ഒസീമം സാങ്ക്ടം എന്നാണ് കേട്ടോ. ഒസീമം സാങ്ക്ടം എന്നാണ് തുളസിയുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേറൊരു പേര് കൂടെ പറയാറുണ്ട്, ഹോളി ബേസിൽ എന്നുകൂടെ ഈ ഒരു തുളസി പ്ലാന്റിനെ പറയാറുണ്ട്, ഹോളി ബേസിൽ. നമ്മൾ എന്താണ്, കോൾഡ്, കഫ്, അതുപോലെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ ഒരു ചെടിയിൽ നിന്ന് നമ്മൾ അതിൻ്റെ പിഴിഞ്ഞെടുത്തിട്ട്, നമ്മളത് വെള്ളം എടുത്തിട്ടൊക്കെയാണ്, നീരെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ളതിൻ്റെയും കൂടെ ഒന്ന് നോക്കാം. അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് ഹെൽത്തിന്, അതുപോലെ ബ്ലഡ് പ്രഷർ റെഗുലേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ്. ടെർമിനേലിയ അർജുന എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം, ടെർമിലേനിയ അർജുന. അത് നമ്മൾ കൂടുതലായിട്ട് ഞാൻ പറയുന്ന പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എല്ലാം കൂടി ഇവിടെ എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ടെർമിനേലിയ അത് സയൻറ്റിഫിക് നെയിം മാത്രം ഞാൻ ഇവിടെ ഒന്ന് എഴുതാം, ടെർമിനേലിയ അർജുന. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് ഹെൽത്ത്, നമ്മുടെ ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ബ്ലഡ് പ്രഷർ റെഗുലേഷൻ, BP റെഗുലേഷനൊക്കെ എന്ത് നല്ലതാണ്? അർജുൻ എന്നുള്ള ഈ ഒരു ചെടി വളരെ നല്ലതാണ്. ഓക്കെ, ഒരു മെഡിസിനൽ പ്ലാന്റ് തന്നെയാണ്. ഓക്കെ, അപ്പം അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നോക്കാം, ബബൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ, സയൻറ്റിഫിക് നെയിമൊക്കെ പറയൽ കുറച്ച് കഷ്ടമാണ്. ഞാൻ പറയുന്നത് തന്നെയാണോ അത് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വാക്കിലിയ നിലോട്ടിക്ക. ഓക്കെ, ഇതാണ് ബബൂലിൻ്റെ
സയൻറ്റിഫിക് നെയിം ഓറൽ ഹെൽത്ത് നമുക്കറിയാമല്ലേ, നമ്മൾ പണ്ട് ഈ പേസ്റ്റിൻ്റെയൊക്കെ പരസ്യങ്ങളിൽ ഡാബർ ബബൂൽ ഉള്ള പേസ്റ്റ് എന്നൊക്കെ, ഇപ്പം നമ്മൾ ഉപ്പുള്ള പേസ്റ്റ് എന്ന് പറയുന്ന പോലെ പണ്ട് എന്തായിരുന്നു, ബബൂൽ എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പം അതെന്താണ്, നമ്മുടെ ഓറൽ ഹെൽത്തിന്, വായയുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ എന്താണ്, മുറിവുകൾ, വൂണ്ട് ഹീലിങ്ങിന്, മുറിവുകൾ ഭേദമാവാൻ നല്ലതാണ്. പിന്നെന്താണ്, ഡൈജസ്റ്റീവ് ഇഷ്യൂസിനും ബബൂൽ വളരെ നല്ലൊരു മെഡിസിനാണ്. അടുത്തതാണ് ജാമുൻ. ഓക്കെ, ജാമുൻ്റേത് സിസിജിയം ക്യൂമിനി. ഓക്കെ, സിസിജിയം ക്യൂമിനി എന്നാണ് എന്ത്, ജാമുൻ്റെ സയൻറ്റിഫിക് നെയിം. ഇതെന്താണ്, ഡയബറ്റീസ് മാനേജ്മെൻറ്റിന്, ഡൈജഷന് ഒക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ആര്, ജാമുൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നീർമരുത് എന്നാണ്, ഞാനിത് ഓരോന്നിൻ്റെയും മലയാളം പറഞ്ഞുതരാം കേട്ടോ. നീർമരുത് എന്നാണ് നമ്മൾ എന്തിനെ പറയുക, അർജുൻ എന്നുള്ള ഈ ഒരു മെഡിസിനൽ പ്ലാന്റിനെ പറയുന്നത് നീർമരുത് എന്നാണ്. ഓക്കെ, അപ്പം അർജുൻ ട്രീ എന്നാണ് നമ്മളിതിനെ പറയാറ്. അടുത്തത് ബബൂലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കരിവേലം എന്നാണ് നമ്മൾ ബബൂലിനെ പറയുക. ഓക്കെ, കരിവേലം, ചടച്ചി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് ബബൂലിൻ്റെ പേര് വരുന്നത്, കരിവേലം, ചടച്ചി. അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ദെൻ അടുത്തത് ജാമുനാണെന്നുണ്ടെങ്കിൽ ജാമുൻ എന്താണ്, ജാമുൻ മരം, ഞാവൽ. ഓക്കെ, ഞാവലാണ് ജാമുൻ എന്ന് പറയണത്. ഓക്കെ അല്ലേ, ഞാവലാണ് ജാമുൻ എന്ന് പറയണത്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ അർജുൻ എന്ന് പറഞ്ഞാൽ നീർമരുത്, ബബൂൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചടച്ചി മരം, അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പം അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലായിരിക്കും അതിനെ പറയുന്നത്. ദെൻ നമുക്ക് അടുത്തത് എന്താണ്, ജാമുനാണ്, ഞാവൽ മരമാണ്, തുളസി എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ലീവ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ബീഡീസ്. ബീഡി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന എന്തിൻ്റെ ഇലയാണെന്നാണ് ചോദിക്കുന്നത്. തെണ്ടു ലീവ്സ് ആണ് നമ്മൾ എന്തിനായിട്ട് ഉപയോഗിക്കുന്നത്, ബീഡി തെറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, തെണ്ടു ലീവ്സ് ആണ് നമ്മൾ ബീഡി തെറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ തെണ്ടു ലീവ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ബീഡി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലീവ്സ് ആണ് ടെൻഡു ലീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണെന്നറിയോ, ഡ്യൂറബിൾ ആണ്. ടെൻഡു ലീവ്സ് ഭയങ്കരമായിട്ട് ഡ്യൂറബിൾ ആയിട്ടുള്ള ലീവ്സ് ആണ്. പിന്നെ പതിയെ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബേൺ സ്ലോലി, വളരെ പതിയെ പെട്ടെന്ന് തന്നെ കത്തിപ്പടരുന്നൊരു ഇലയല്ല ടെൻഡു ലീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ പതിയെ മാത്രം ബേൺ ചെയ്യുന്ന ഇല ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്, ബീഡി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയല്ലോ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫൈലം ആൻഡ് ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡയ്ക്ക് എക്സാമ്പിൾ ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് ബട്ടർഫ്ലൈ, പൂമ്പാറ്റയാണ് ആർത്രോപോഡ ഫൈലയിലിരിക്കുന്ന ഓർഗാനിസം. ഓക്കെ, ക്ലാസ് ഏതാണ്, ഇവരുടെ ബട്ടർഫ്ലൈയുടെ ക്ലാസ് ഏതാണ്, ഇൻസെക്റ്റയാണ്. ഓക്കെ, ക്ലാസ് ഇൻസെക്റ്റ. അപ്പോൾ ഫൈലം ആർത്രോപോഡ, ക്ലാസ് ഇൻസെക്റ്റ. ആർത്രോപോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അവർക്ക് എന്താ ഉള്ളത്, ജോയിൻറ്റഡ് അപ്പൻഡേജസ്, അതായത് അവർക്ക് അവരുടെ അവയവങ്ങൾ ഒക്കെ എന്തായിരിക്കും, ജോയിൻ്റ് ആയിട്ടുണ്ടാവും അല്ലേ, ജോയിൻ്റ് ആയിട്ടുള്ള അവയവങ്ങളായിരിക്കും. പിന്നെന്താണ്, സെഗ്മെൻറ്റഡ് ബോഡീസ്, നമുക്ക് സെഗ്മെൻറ്റ് ചെയ്ത് കാണാൻ പറ്റും അല്ലേ. ഇപ്പം പൂമ്പാറ്റയുടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, അപ്പർ പാർട്ട് ലോവർ പാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെഗ്മെൻറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഒരു എക്സോസ്കെൽട്ടൻ ഉണ്ട് അവർക്ക്, എക്സോസ്കെൽട്ടൻ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു എക്സോസ്കെൽട്ടൻ കൂടെ ആർക്കുണ്ട്, ഈ ഒരു ആർത്രോപോഡ ഫൈലത്തിൽ കാണുന്ന ആൾക്കാർക്ക് ഉണ്ട്. ഓക്കെ അല്ലേ, അപ്പം ഇത്രയുമാണ് വരുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. ഈ പില എന്ന് പറയുന്ന ഇത് ഒരു ഫ്രഷ് വാട്ടർ സ്നെയിലാണ്, മൊളസ്ക, ഫൈലം മൊളസ്കയാണ് ഇത് ബിലോങ് ചെയ്യുന്നത്. ഓക്കെ, ഫൈലം മൊളസ്കയിൽ പെടുന്നതാണ് പില എന്ന് പറയുന്ന ഈ ഒരു ഫ്രഷ് വാട്ടർ സ്നെയിൽ. അടുത്തതാണ് നീറിസ് എന്ന് പറഞ്ഞാൽ അനലിഡയാണ്, അതൊരു മറൈൻ വേം ആണ് കേട്ടോ. ഫൈലം അനലിഡയിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് എ മറൈൻ വേം. അടുത്തത് ഹിറുഡിനേറിയ എന്ന് പറഞ്ഞാൽ
അനലിഡയിൽ തന്നെ വരുന്നതാണ്. ഒരു ടൈപ്പ് ഓഫ് ലീച്ചാണത്, ലീച്ചാണ് കേട്ടോ. ഓക്കെ, ഹിറുഡിനേറിയ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ലീച്ചാണ്. ഫൈലം അനലിഡയിലാണ് ഇത് വരുന്നത്. നീറിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മറൈൻ വേമാണ്, അനലിഡയിലാണ് നമുക്ക് കാണുന്നത്. പില എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് വാട്ടർ സ്നെയിലാണ്, അത് മൊളസ്ക, ഫൈലം മൊളസ്കയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആർത്രോപോഡയുടെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്ലാസ്സസ് ഇൻക്ലൂഡ്സ് ദ ഫാമിലി ഓഫ് ടർട്ടിൽസ്? ടർട്ടിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫാമിലി. ഓക്കെ, ടർട്ടിൽസ് ഏത് ഫാമിലിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ്. റെപ്റ്റീലിയ, ഇഴജന്തുക്കളിലാണ് അല്ലേ ടർട്ടിൽസ് പെടുന്നത് അല്ലേ. അപ്പം അത് റെപ്റ്റീലിയയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റെപ്റ്റീലിയ ഫാമിലിയിലാണുള്ളത്. ഓർഡർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടർട്ടിൽസിൻ്റെ ഓർഡർ ടെസ്റ്റുഡൈൻസ് ആണ്. ഓക്കെ, ടെസ്റ്റുഡൈൻസ് ആണ് ടേർട്ടിൽസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഈ ടേർട്ടിൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, കോൾ ബ്ലഡഡ് ആണ്. ഓക്കെ, കോൾ ബ്ലഡഡ് ആണ്. പിന്നെന്താണ്, സ്കെയിലി സ്കിന്നാണ്. സ്കെയിലി സ്കിന്നാണ് ടേർട്ടിൽസിനുള്ളത്. പിന്നെ എഗ് ഇടും, മുട്ട ഇടാനുള്ള കപ്പാസിറ്റി, ലേ എഗ്സ്. ഓക്കെ, ഇതൊക്കെ എന്താണ്, റെപ്റ്റൈൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കോൾ ബ്ലഡഡ്, സ്കെയിലി സ്കിൻ, ലേ എഗ്സ് എന്നുള്ളതൊക്കെ ആരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? റെപ്റ്റീലിയയുടെ, റെപ്റ്റൈൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ അല്ലേ. അപ്പം ഏവ്സ് എന്ന് പറഞ്ഞാൽ റെപ്റ്റീലിയയിൽ, ടേർട്ടിൽസ് റെപ്റ്റീലിയയിൽ. ഏവ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ആണ് അല്ലേ, ഏവ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ആണ്. ദെൻ കോൺട്രിക്ടൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടിലേജീനിയസ് ഫിഷ്, അതായത് ഷാർക്ക്, റേസ്, അങ്ങനത്തെ ഫിഷൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ആംഫിബിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഫ്രോഗ്, ടോഡ്, സലമാൻഡേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്, ആംഫിബിയയിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അപ്പോൾ റെപ്റ്റീലിയയിൽ, ടേർട്ടിൽസ് റെപ്റ്റീലിയയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഓർഗാനിസമാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് ദി പോയിന്റ്സ് അണ്ടർ കോളം എ വിത്ത് ദോസ് അണ്ടർ കോളം ബി. കോളം എയും ബിയും തമ്മിൽ എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അനലിഡ. ഓക്കെ, അനലിഡ എന്താണ്, അനലിഡ എർത്ത് വേം. ഓക്കെ, അനലിഡ എന്ന് പറഞ്ഞ എർത്ത് വേം എന്തിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നതാണ്, അനലിഡയിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നതാണ്. ആർത്രോപോഡ എന്താണ്, ആൻഡ് ആർത്രോപോഡയിൽ വരുന്നതാണ്. എക്കൈനോഡൈമാറ്റ വരുന്നത് സീ സ്റ്റാറിലാണ്. ദെൻ പ്ലാറ്റി ഹെൽമിന്തസ് വരുന്നത് ടേപ്പ് വേം ആണ്. ഓക്കെ, അപ്പം അനലിഡ, എർത്ത് വേം. അനലിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെഗ്മെൻറ്റഡ് വേംസ് ആണ്. ഓക്കെ, സെഗ്മെൻറ്റഡ് വേംസ് ആണ്. ഇപ്പം നമുക്ക് ഇതിനകത്ത് എങ്ങനെ നോക്കാം, DCBA. അപ്പോൾ ഓപ്ഷൻ 3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനലിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെഗ്മെൻറ്റഡ് വേംസ് ആണ്. ഓക്കെ, അപ്പോൾ എർത്ത് വേം എന്താണ്, അനലിഡയിൽ ഇൻക്ലൂഡഡ് ആകും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്രോപോഡ എന്താണ്, ജോയിൻ്റ് ആയിട്ടുള്ള ലെഗും അതുപോലെ എക്സോസ്കെൽട്ടൻ ഒക്കെ ഉള്ളതാണ്. അപ്പം ഉറുമ്പുകൾ എന്താണ്, ആർത്രോപോഡയിൽ വരും. എക്കൈനോഡെർമാറ്റ എന്ന് പറഞ്ഞാൽ സീ സ്റ്റാർ. എക്കൈനോഡേംസിൻ്റെ പ്രത്യേകത എന്താണ്, മറൈൻ ആനിമൽസ് ആണ് അല്ലേ. റേഡിയൽ സിമെട്രി, ഒരുപോലുള്ള സിമെട്രി കാണപ്പെടുന്ന മറൈൻ ആനിമൽസ് ആണ് ആര്, എക്കൈനോഡെർമാറ്റയിൽ വരുന്നത്. സോ സീ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർ ഫിഷ് ഒക്കെ അതിനകത്ത് പെടുന്നതാണ്. പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാറ്റി ഹെൽമിന്തസ് ഫ്ലാറ്റ് വേംസ് ആണ്. ഓക്കെ, അപ്പോൾ ടേപ്പ് വേം എന്താണ്, ഈ ഒരു ഫൈലത്തിനകത്താണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ. നമുക്ക് അടുത്തത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓപ്ഷൻസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലാസ് ഓഫ് കോൾ ബ്ലഡഡ് ആനിമൽസ്? കോൾ ബ്ലഡഡ് ആനിമൽസിൻ്റെ ക്ലാസ്സിൽ പെടുന്നത് ഏത് ഓപ്ഷനാണ് തന്നിരിക്കുന്നതിൽ എന്നാണ് ചോദിക്കുന്നത്. കെമലിയൺ അല്ലെങ്കിൽ ചെമലിയൺ എന്ന് പറയുന്നതാണ് എന്ത്, റെപ്റ്റൈൽസിൽ പെടുന്ന കോൾ ബ്ലഡഡ് ആനിമൽസ്. ഓക്കെ, റെപ്റ്റീലിയയിലാണ്, ക്ലാസ് റെപ്റ്റീലിയയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ നോക്കിയില്ലേ, റെപ്റ്റീലിയയുടെ പ്രത്യേകതയാണ് കോൾ ബ്ലഡഡ് ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കോൾ ബ്ലഡഡ് ആനിമൽസിന് അവരുടെ ബോഡി ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ഇൻറ്റേർണലി റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവരെന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്, പുറത്തുനിന്ന് വരുന്ന സൺലൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. ഇൻറ്റേർണൽ ടെമ്പറേച്ചർ റെഗുലേഷൻ കോൾ ബ്ലഡഡ് ആനിമൽസിന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ അല്ലേ, അപ്പോൾ അത് മനസ്സിലായല്ലോ അല്ലേ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് നോട്ട് ഓഫ് ഏവ്സ്? ഏവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്, ഏവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേർഡ്സ് ആണ് അല്ലേ. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, they give birth to live young ones with some exceptions, those lay eggs.
അതാണ് എന്ത് ഇതിൻ്റെ പ്രത്യേകത അല്ലാത്തത്. അപ്പം നമ്മുടെ ആൻസർ ഇതാണ്. നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ദേ ഹാവ് 4 ചേമ്പേർഡ് ഹാർട്ട്. ശരിയാണ് അല്ലേ, 4 ചേമ്പറുള്ള ഹാർട്ട് ഉണ്ട്. ദേ ബ്രീത്ത് ത്രൂ ദ ലങ്സിൽ കൂടെ തന്നെയാണ് ബ്രീത്ത് ചെയ്യണത്. ദീസ് ആർ വാം ബ്ലഡഡ് ആനിമൽസ്. വാം ബ്ലഡഡ് ആനിമൽസ് ആണ് ആര്, ഏവ്സ് എന്ന് പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി നമുക്ക് നോക്കാം. ഏവ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ആണ് അല്ലേ. ഏവ്സിൻ്റെ ക്ലാസ്സിൽ വരുന്നത് എന്താണ്, ബേർഡ്സ് ആണ് വരുന്നത്. ഒവിപാരസ് ആണ്. ഒവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഒവിപാരസ് ആണ് ബേർഡ്സ് എന്ന് പറയുന്നത്. ഒവിപാരസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്, മുട്ടയിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യില്ല, ബർത്ത് ചെയ്യല്ല ചെയ്യുന്നത്. ഓക്കെ, മുട്ടയിട്ടിട്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത് ഏവ്സിന്. അല്ലാണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, പ്രസവിക്കുകയല്ല ചെയ്യണത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി എക്സെപ്ഷൻസ് വരുന്നത് ചില മാമൽസ് ഉണ്ട്, പ്ലാറ്റിപ്പസസ്, എക്കിഡ്നാസ് ഇങ്ങനെയുള്ളത്. പക്ഷേ അവരൊക്കെ എന്താണ്, അവർ പക്ഷികൾ എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ഏത് ക്ലാസ്സിലാണ് പെടുന്നത്, ഏവ്സിലല്ല പെടുന്നത്, മാമൽസിലാണ്, മെമേലിയയിലാണ് അവർ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയല്ലോ അല്ലേ. വിച്ച് ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ആസ് ഏവ്സ്. ഏവ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഏത് ഓർഗാനിസത്തിനെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, ബേർഡ്സിനെയാണ് അല്ലേ ഏവ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ. അത് ക്ലാസ് ഏവ്സ് ആണ്. ഫൈലം ഏതാ വരുന്നത്, കോർഡേറ്റ. ഫൈലം കോർഡേറ്റയിലാണ് വരുന്നത്. എന്താണ്, വാം ബ്ലഡഡ് ആനിമൽസ് ആണ് ഏവ്സ് അല്ലെങ്കിൽ ബേർഡ്സ്. എന്താണ്, വാം ബ്ലഡഡ് ആനിമൽസ് ആണ്. വാം ബ്ലഡഡ് ആനിമൽസ് ആണ്. പിന്നെന്താണ്, ഫെതേർഡ് വെർട്ടിബ്രേറ്റ് ആണ് അവർക്കുള്ളത്. ഫെതേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം എന്താണ്, ഫെതേർഡ് വെർട്ടിബ്രേറ്റ്സ്. ഓക്കെ അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഏവ്സിൻ്റെ പ്രത്യേകത, ഫൈലം കോർഡേറ്റയിലാണ് അവർ വരുന്നത്, വാം ബ്ലഡഡ് ആനിമൽസ് ആണ്, പിന്നെന്താണ്, ഫെതേർഡ് വെർട്ടിബ്രേറ്റ് ആണ് ആര്, ഈ ഒരു ഏവ്സ് എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിങ്സ് ഉണ്ട് അവർക്ക്, 4 ലിംബ്, മുൻകാലുകൾ എന്താ പറയുക, മോഡിഫൈ ആയിട്ടാണ് എന്തായിട്ട് മാറിയിരിക്കുന്നത്, വിങ്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ പല്ലില്ല, പക്ഷെ എന്തുണ്ട്, കൊക്കുണ്ട് അല്ലേ. പല പല ഡയറ്റിന് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തതാണ്. പിന്നെന്താണ്, 4 ചേമ്പേർഡ് ഹാർട്ടാണുള്ളത്, ഒവിപാരസ് ആണ്. പിന്നെ എയർ സാക്ക് ഉള്ള ലങ്സ് ആണ് ആർക്കുള്ളത്, ഏവ്സ് അല്ലെങ്കിൽ ബേർഡ്സിന് ഉള്ളത്. ക്ലിയർ ആയോ? പറഞ്ഞു തന്ന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദ ഏവ്സ് ക്ലാസ്. ബേർഡ്സിൻ്റെ ക്ലാസ്സിൽ മെമ്പർ അല്ലാത്തത് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് ടെറോപ്പസ്. ഓക്കെ, ടെറോപ്പസ് എന്തിൻ്റെ അണ്ടറിൽ വരണില്ല, ബേർഡ്സിൽ വരണില്ല. ടെറോപ്പസ് എന്ന് പറഞ്ഞാൽ ബാറ്റാണ്. ഓക്കെ, ഫ്ലൈയിങ് ഫോക്സ്, ബാറ്റ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ആര്, ടെറോപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരെന്തിൻ്റെ ഏത് ക്ലാസ്സിലാണ് ടെറോപ്പസ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്, മമേലിയയിലാണ് അല്ലേ. മമേലിയ, മുലയൂട്ടുന്ന ജീവികളുടെ കൂട്ടത്തിലാണ് ആര് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്, ടെറോപ്പസ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അപ്പോൾ ബാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാം ബ്ലഡഡ് ആനിമൽസ് ആണ്. ഓക്കെ, അവർക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും മുലയൂട്ടാനും കഴിയും. അത് ആർക്ക് പറ്റില്ല, ബേർഡ്സ് അല്ലെങ്കിൽ ഏവ്സിന് കഴിയാത്ത ഒരു കാര്യമാണ്. Which of the following is a characteristic of both mammals and birds? മാമൽസിൻ്റെയും ബേർഡ്സിനും അല്ലെങ്കിൽ മാമൽസിനും ബേർഡ്സിനും കോമൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് എന്താണ് അവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ എന്നാണ് ചോദിക്കുന്നത്. ബോത്ത് ഓഫ് ദം ആർ വാം ബ്ലഡഡ്. ഈ രണ്ടു പേരും എന്താണ്, വാം ബ്ലഡഡ് ആനിമൽസ് ആണ്. അല്ലെങ്കിൽ എന്താണ്, ദേ ആർ എൻഡോതേർമിക്. എന്താണ് ഈ എൻഡോതേർമിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വാം ബ്ലഡഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാം ബ്ലഡഡ് അല്ലെങ്കിൽ എൻഡോതേർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ഇന്റേണലി തന്നെ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യം, കോൾഡ് ബ്ലഡഡ് വാം ബ്ലഡഡ് എന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കോൾഡ് ബ്ലഡഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഇന്റേണലി ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല, സൺലൈറ്റിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യണത്. പക്ഷേ വാം ബ്ലഡഡ് ആനിമൽസിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, അവരുടെ ഇൻസൈഡ് ബോഡിയുടെ അകത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
ഓക്കെ അല്ലേ? അപ്പോൾ വാം ബ്ലഡഡിൻ്റെയും കോൾഡ് ബ്ലഡഡിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി. മാമൽസും ബേർഡ്സും വാം ബ്ലഡഡ് ആണ്. റെപ്റ്റൈൽസ് ആണ് എന്ത് വരുന്നത്? കോൾഡ് ബ്ലഡഡ് ആനിമൽസിൽ വരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സ്പീഷീസ് ഇസ് നോൺ ആസ് ബ്ലാക്ക് ലിപ്പഡ് പേൾ ഓയിസ്റ്റർ ഫൗണ്ട് ഇൻ ദ ഇൻഡോ പസഫിക് വിത്തിൻ ട്രോപ്പിക്കൽ കോറൽ റീഫ്സ്? അതായത് ഒരു സ്പീഷീസ്, അത് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരെന്താണ്? ബ്ലാക്ക് ലിപ്പഡ് പേൾ ഓയിസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. എവിടെയാണ് ഇത് കാണുന്നത്? ഇൻഡോ പസഫിക് റീജിയനിൽ, എസ്പെഷ്യലി ട്രോപ്പിക്കൽ കോറൽ റീഫ്സ് ഏരിയാസിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ഒരു ബ്ലാക്ക് ലിപ്പഡ് പേൾ ഓയിസ്റ്റർ കാണപ്പെടുന്നത്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, മുത്തുച്ചിപ്പി എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. ഓക്കെ, അപ്പം അത് ഏത് സ്പീഷീസ് ആണെന്നാണ് പറയുന്നത്? ഇറ്റ്സ് കോൾഡ് ആസ് പിങ്ക്ടഡ മാർഗരിറ്റിഫെറ. അപ്പം ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എനിവേ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ പറയുന്നതിലുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പിങ്ക്ടഡ മാർഗരിറ്റിഫെറ എന്നാണ് ഈ ഒരു സ്പീഷീസ് നെയിം. ഇത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യണതുണ്ടല്ലോ, തഹീഷ്യൻ ബ്ലാക്ക് പേൾസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഈ ഒരു സ്പീഷീസിനുണ്ട്, തഹീഷ്യൻ ബ്ലാക്ക് പേൾസ്. ഇതെന്താ അറിയോ? ജ്വല്ലറി ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേളാണ് തഹീഷ്യൻ ബ്ലാക്ക് പേൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രൊഡ്യൂസ് ചെയ്യണത് ആരാണ്? ഈ ബ്ലാക്ക് ലിപ്പിഡ് പേൾ ഓയിസ്റ്റർ ആണ് പ്രൊഡ്യൂസ് ചെയ്യണത്. അതിൻ്റെ സ്പീഷീസ് ഏതാണ്? പിങ്ക്ടഡ മാർഗരിറ്റിഫെറയാണ് സ്പീഷീസ്. കാണപ്പെടുന്നത് ഇൻഡോ പസഫിക് റീജിയണിൽ, എസ്പെഷ്യലി ട്രോപ്പിക്കൽ കോറൽ റീഫ്സിലാണ് കാണപ്പെടുന്നത്. അപ്പം ആവശ്യമുള്ള പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹുബാർഡിയ ഹെപ്റ്റാന്യൂറൺ വിച്ച് ഹാസ് ബിക്കം എൻഡേഞ്ചേർഡ് ഈസ് എ സ്പീഷീസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ്? വംശനാശ ഭീഷണി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സാധനമാണ് ഹുബാർഡിയ ഹെപ്റ്റാന്യൂറൺ എന്ന് പറയുന്നത്. അത് എന്തിൻ്റെ സ്പീഷീസ് ആണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് ഗ്രാസ്, ഒരു പുല്ലിൻ്റെ അല്ലെങ്കിൽ ഗ്രാസിൻ്റെ ഒരു ടൈപ്പാണ് ഹുബാർഡിയ ഹെപ്റ്റാന്യൂറൺ എന്ന് പറയുന്നത്. അതെന്താണ്? എൻഡേഞ്ചേർഡ് ആണ്. അതായത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹുബാർഡിയ ഹെപ്റ്റാന്യൂറൺ ഒരു ഗ്രാസിൻ്റെ ഒരു സ്പീഷീസ് ആണ്. ഓക്കെ, അത് മോണോട്ടിപ്പിക് ജീനസ് ആണ്. അത് വളരെ കുറവാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അപ്പം അതെന്താണ്? എൻഡമിക് മോണോട്ടിപ്പിക് ജീനസ് ആണ്, റെയർ ആണ്. അതുപോലെ എൻഡമിക് മോണോട്ടിപ്പിക് ജീനസ് ആണ് എന്തിനുള്ളത്? ഈ ഹുബാർഡിയ ഹെപ്റ്റാന്യൂറൺ ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പം ആവശ്യമുള്ള പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ചേമ്പേഴ്സ് ആർ ദർ ഇൻ ദ ഹാർട്ട് ഓഫ് ഫിഷ്? മീനുകളുടെ ഹാർട്ടിന് എത്ര ചേമ്പർ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. മീനുകളുടെ ഹാർട്ടിന് എത്ര ചേമ്പേഴ്സ് ആണ് ഉള്ളത് എന്നാണ്. 2 ചേമ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, മീനുകളുടെ ഹൃദയത്തിൽ 2 ചേമ്പറുകളാണ് ഉള്ളത്. 2 ചേമ്പറുകളാണുള്ളത്. ഒരെണ്ണം എന്താണ്? ഏട്രിയം ആണ്. ഓക്കെ, ഏട്രിയം ആണ്. ഏട്രിയത്തിൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റിസീവ് ചെയ്യണത് ഏട്രിയം ആണ്. ഓക്കെ, ഡീഓക്സിജനേറ്റ് ചെയ്തിട്ടുള്ള ബ്ലഡ് റിസീവ് ചെയ്യണത് ആരാണ്? ഏട്രിയം ആണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റിസീവ് ചെയ്യുന്നത് ഏട്രിയം ആണ്. ദെൻ എന്താണ്? വെൻട്രിക്കിൾ. അടുത്ത ചേമ്പർ ഏതാണ്? വെൻട്രിക്കിൾ ആണ്. വെൻട്രിക്കിൾ എന്താ ചെയ്യുന്നത്? പമ്പ്സ് ബ്ലഡ് ടു ദ ഗിൽസ് ഫോർ ഓക്സിജനേഷൻ ആയിട്ട് ഗിൽസിലേക്ക്, ഈ ഒരു നമുക്ക് മീനുകൾ ശ്വസിക്കുന്നത് ഗിൽസ് വഴിയാണ് അല്ലേ? അപ്പം ആ ഒരു ഗിൽസിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യും. എന്തിനാണ്? ഓക്സിജനേറ്റ് ആവാനായിട്ട്. ഓക്കെ, ഓക്സിജനേറ്റ് ആവാനായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ആരാണ്? വെൻട്രിക്കിൾ ആണ് പമ്പ് ചെയ്യുന്നത്. അപ്പം ഏട്രിയം ചെയ്യണത് എന്താണ്? ഡീഓക്സിജനേറ്റ് ആയിട്ടുള്ള ബ്ലഡ് സ്വീകരിക്കുന്നത് ഏട്രിയം ആണ്. ഗിൽസിലേക്ക് ഓക്സിജനേഷൻ ആവശ്യമായിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യണത് വെൻട്രിക്കിളാണ്. ക്ലിയർ ആയില്ലേ? അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? മീനുകൾക്ക് 2 ചേമ്പറുകളാണ് ഉള്ളത്, ഒരു ഏട്രിയവും ഒരു വെൻട്രിക്കിളും. അടുത്തത് നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? കോളം A B തന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം നോക്കാം നമുക്ക് എന്താണെന്ന്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബെസ്റ്റ് ഓർഗാനിക് സബ്സ്ട്രാറ്റ് ഫോർ റെസ്പിറേഷൻ. ഓക്കെ അല്ലേ? അടുത്തത് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് എന്ന് വെച്ചാൽ യൂസസ് ന്യൂട്രിയൻസ് ഫോർ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിന് ന്യൂട്രിയൻസ് യൂസ് ചെയ്ത് വരുന്നതാണ് ആര്? ഈസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്ലൈക്കോളിസിസ്. എന്താണ് ഗ്ലൈക്കോളിസിസ്? ഗ്ലൂക്കോസ്
പൈറൂവിക് ആസിഡായി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. നെക്സ്റ്റ് പൈറൂവിക് ആസിഡ്. പൈറൂവിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോൾ ഗ്ലൂക്കോസ് ബ്രേക്ക് ആവുന്ന ടൈമിൽ ഉണ്ടാവുന്ന ഇൻ്റർമീഡിയറ്റ് സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ പൈറൂവിക് ആസിഡ് എന്ന് പറഞ്ഞാൽ. ആ പൈറൂവിക് ആസിഡ് ആവുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം ഇടയ്ക്ക് ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടാവും, ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓർഗാനിക് സബ്സ്ട്രാറ്റ് ഫോർ റെസ്പിറേഷൻ. ദെൻ ഈസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? യൂസസ് ന്യൂട്രിയൻസ് ഫോർ ഫെർമെൻറ്റേഷൻ പ്രോസസ്. ഗ്ലൈക്കോളിസിസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു പൈറൂവിക് ആസിഡ്. പൈറൂവിക് ആസിഡ് എന്താ? ഇൻ്റർമീഡിയറ്റ് സബ്സ്റ്റൻസ് ഇൻ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഡൈജഷൻ ഓഫ് ഫുഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദ അനിമൽ ബോഡി. മനുഷ്യ ശരീരത്തിൽ എന്താണ് ഡൈജഷൻ? ഭക്ഷണം ദഹിക്കുക, ദഹനം എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? ഇൻ ആനിമൽസ് ലൈക്ക് ലയൺസ്, കൗസ്, ഹ്യൂമൻസ്, സിംഹം, അതുപോലെ പശു, മനുഷ്യന്മാർ, ഇവരിലൊക്കെ ഉണ്ടല്ലോ ഈ പ്രോസസ്സ് പല പല ഓർഗൻസ് യൂസ് ചെയ്തിട്ടാണ് നടക്കുക. അതായത് വായിൽ നിന്ന് തുടങ്ങി ഏനസിൽ അവസാനിക്കുന്ന രീതിയിലാണ് നമുക്ക്, അതായത് ലയൺ, കൗ, ഹ്യൂമൻസ്, നമുക്കൊക്കെ എന്തുള്ളത്? ഈ ഒരു ഡൈജഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡൈജഷൻ പ്രോസസ്സിലെ ഏറ്റവും ലോങ്ങസ്റ്റ് പാർട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡൈജഷൻ നടക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കുന്നു, ദെൻ നമ്മുടെ വായയ്ക്ക് അകത്തേക്ക് പോകുന്നു, വായിൽ നിന്നും അത് ഇൻഡസ്റ്റൈനിലേക്ക് എത്തുന്നു, അവിടെ അത് ദഹനം നടക്കുന്നു, ആഫ്റ്റർ ദാറ്റ് എക്സ്ക്രീറ്റ് ചെയ്ത എനസ് ത്രൂ പുറത്തേക്ക് പോകുന്നു. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് ഏത് ഭാഗത്താണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഏത് ഭാഗത്താണെന്നറിയോ? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഒരു ലോങ്ങസ്റ്റ് പാർട്ട്. ഈ ഒരു ഡൈജഷൻ്റെ ലോങ്ങസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഓക്കെ, ഡൈജഷനും അതുപോലെ അബ്സോർപ്ഷനും, ന്യൂട്രിയൻസിൻ്റെ ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ആർക്കുണ്ട്? ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനിന് ഉണ്ട്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പം നമ്മൾ വിചാരിക്കും അപ്പം ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലേ വലുത് എന്ന് തോന്നും. ലാർജ് ഇൻറ്റസ്റ്റൈൻ വൈഡറാണ്. ഓക്കെ, വിഡ്ത്ത് കൂടുതലാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ, പക്ഷെ എന്താ അറിയോ? ഷോർട്ടാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷോർട്ടറാണ് ആര്? ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ലാർജ് ഇൻറ്റസ്റ്റൈൻ കൂടുതലായിട്ടും വാട്ടറാണ് അബ്സോർബ് ചെയ്യണത്. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത് ആരാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ചെറുകുടലാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിൽട്രേഷൻ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ഇൻ ഹ്യൂമൻസ് ഹാപ്പൺസ് ഇൻ ദ കിഡ്നീസ്. മനുഷ്യന്മാരിൽ ഫിൽട്രേഷൻ, വേസ്റ്റ് ഒക്കെ ഫിൽട്ടർ ചെയ്യണത് എവിടെയാണ്? കിഡ്നിയിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നത് അല്ലേ? ദർ ഈസ് എ ലാർജ് നമ്പർ ഓഫ് ഫിൽട്രേഷൻ യൂണിറ്റ്സ് പ്രസൻറ്റ് ഇൻസൈഡ് ദ കിഡ്നീസ്. നമ്മുടെ കിഡ്നിക്കകത്ത് ഒരുപാട് ഫിൽട്രേഷൻ യൂണിറ്റ്സ് ഉണ്ട്. അതായത് ഈ ഒരു ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട്, അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഫിൽട്രേഷൻ യൂണിറ്റ്സ് ഉണ്ട്. ഈ ഫിൽട്രേഷൻ യൂണിറ്റ്സിനെ നമ്മൾ എന്ത് പേര് വിളിച്ചാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ ഫിൽട്രേഷൻ യൂണിറ്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് നെഫ്രോൺസ്. ഓക്കെ, നെഫ്രോൺസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ കിഡ്നി സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ കിഡ്നി നോക്കുന്ന ആളിനെ നമ്മൾ പറയുന്നത് നെഫ്രോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിഡ്നീസിൽ ഈ ഒരു മിനിറ്റ് ഓക്കെ, അപ്പം കിഡ്നീസിൻ്റെ ഫിൽട്രേഷൻ, അതായത് കിഡ്നിയുടെ ഫിൽട്രേഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ ചെറിയ യൂണിറ്റ്സ് ആണ് നെഫ്രോൺസ് എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഫിൽട്രേഷൻ അല്ലേ? നമ്മുടെ ബോഡിയിലെ വേസ്റ്റ് പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഫിൽട്രേഷൻ നടക്കുന്നത് കിഡ്നിയിലാണ്. നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, കിഡ്നി സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് നെഫ്രോളജിസ്റ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് അമിനോ ആസിഡ് ഈസ് എ precursor to serotonin, a neurotransmitter that regulates your appetite, sleep and mood. അതായത് ഒരു അമിനോ ആസിഡ് ഉണ്ട്.
സെറോട്ടോണിൻ, പ്രീകേഴ്സർ ടു സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയോ? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഓക്കെ, സെറോട്ടോണിൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അത് നമ്മുടെ വിശപ്പ്, അതുപോലെ ഉറക്കം, നമ്മുടെ മൂഡ്സ്, ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യണത് ആരാണ്? ഈ സെറോട്ടോണിൻ ആണ്. ഓക്കെ, അപ്പം അത് ഏത് അമിനോ ആസിഡ് ആണ്? ഈ ഒരു സെറോട്ടോണിന് പ്രീകേഴ്സർ ആയിട്ട് വരുന്ന അമിനോ ആസിഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് ഏതാണെന്നറിയോ? ട്രിപ്റ്റോഫാൻ ആണ് ആ ഒരു അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഉറക്കത്തിനെയും വിശപ്പിനെയും മൂഡുമൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. ക്ലിയർ ആയില്ലേ? അടുത്തത്, നെയിം എ കോമൺ ഇലക്ട്രോലൈറ്റ് ഡിസോർഡർ ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ എമൗണ്ട് ഓഫ് സോഡിയം ഇൻ യുവർ ബ്ലഡ് ബിക്കംസ് അബ്നോർമലി ലോ. നമ്മുടെ ബ്ലഡിൽ സോഡിയം ഉണ്ട് അല്ലേ? നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ കുറച്ചധികം മെറ്റൽസും നോൺ മെറ്റൽസും ഒക്കെ കാണപ്പെടുന്ന ഒരാൾക്കാരാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബോഡിയിലുള്ള സോഡിയത്തിൻ്റെ ലെവല് നോർമൽ ലെവലിനേക്കാൾ വളരെയധികം കുറയുകയാണ്. അബ്നോർമലി എന്താവുകയാണ്? വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇലക്ട്രോലൈറ്റ് ഡിസോർഡർ സംഭവിക്കും. അതിന് നമ്മൾ പറയുന്ന പേര് ഹൈപ്പോനെട്രീമിയ എന്നാണ് പറയുക. ഹൈപ്പോനെട്രീമിയ എന്നാണ് ആ ഒരു ഡിസോർഡറിനെ നമ്മൾ പറയുന്നത്. എപ്പോഴാണ് നമ്മളിത് പറയുന്നത്? നമ്മുടെ ബ്ലഡിലുള്ള സോഡിയം ലെവൽ വളരെയധികം കുറയുമ്പോൾ, ദാറ്റ് മീൻസ് ബിലോ 135 ആവുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു അവസ്ഥ, ഹൈപ്പോനെട്രീമിയ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് എത്തുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നോസിയ, ക്ഷീണം ഉണ്ടാവും, കൺഫ്യൂഷൻ, സിഷേഴ്സ് ഉണ്ടാവും, വിറയൽ പോലുള്ള കാര്യങ്ങൾ വരും. പിന്നെന്താണ്? ചില കേസുകളിൽ കോമ സ്റ്റേജിലേക്ക് വരെ ഈ ഒരു സോഡിയത്തിൻ്റെ ലെവൽ കുറയുന്നതിന് കാരണമായേക്കാം. ഓക്കെ, അപ്പം ക്ലിയർ ആയല്ലോ അല്ലേ? എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സെറ്റ് ഓഫ് ഡിസീസസ് ആർ കോസ്ഡ് ബൈ ബാക്ടീരിയ? ബാക്ടീരിയ ഉണ്ടാക്കുന്ന സെറ്റ് ഓഫ് ഡിസീസ്. താഴെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ കാരണം ഉണ്ടാവുന്നത് ഏതൊക്കെ അസുഖങ്ങളാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ടൈഫോയിഡ്, കോളറ, ട്യൂബർക്ലോസിസ്. ടൈഫോയിഡ് ഏത് ബാക്ടീരിയയാണ്? സാൽമണല്ല ടൈഫി. ഞാനിവിടെ എഴുതി വെക്കാം, ആ ഓർഡറിലാണ് കേട്ടോ ഞാൻ എഴുതുന്നത്. സാൽമണല്ല ടൈഫി ആണ് എന്തുണ്ടാക്കുന്നത്? ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ. ഇനി കോളറയാണെന്നുണ്ടെങ്കിൽ ആരാണ്? വിബ്രിയോ കൊളേറയാണ് എന്തുണ്ടാക്കുന്നത്? കോളറ എന്നുള്ള അസുഖം ഉണ്ടാക്കുന്ന ആള്, ബാക്ടീരിയ. അടുത്തത് ട്യൂബർക്ലോസിസ് TB ആരാണ് ഉണ്ടാക്കുന്നത്? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ട്യൂബർക്ലോസിസ് ആണ് എന്തുണ്ടാക്കാനുള്ള, എന്ത് അസുഖത്തിന് കാരണക്കാർ? ട്യൂബർക്ലോസിന് കാരണക്കാരായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്? ബാക്ടീരിയാസ് ആണ് കേട്ടോ. അപ്പോൾ ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ടൈഫോയിഡ്, കോളറ, ട്യൂബർക്ലോസിസ്. ഇനി ഡെങ്കു, മലേറിയ, കോളറ ഒക്കെ എന്താണ്? ഡെങ്കു വൈറസ് ആണ്. മലേറിയ പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. കോളറ മാത്രമാണ് എന്ത് വരുന്നത്? ബാക്ടീരിയൽ ഡിസീസായിട്ട് വരുന്നത്. ഇനി ഇൻഫ്ലുവൻസ ആണെങ്കിൽ വൈറൽ ഡിസീസ് ആണ്. ഡെങ്കു വൈറൽ ഡിസീസ് ആണ്. കോളറ മാത്രമാണ് ബാക്ടീരിയൽ ഡിസീസ് വരുന്നത്. അടുത്തത് മലേറിയ പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. കോമൺ കോൾഡ് വൈറൽ പ്രശ്നമാണ്. ഇൻഫ്ലുവൻസയും എന്ത് തന്നെയാണ്? വൈറൽ പ്രശ്നമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്ടീരിയ ഉണ്ടാക്കുന്നത് ടൈഫോയിഡ്, കോളറ, ട്യൂബർക്ലോസിസ്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, വിച്ച് ഈസ് എ സീരിയസ് കണ്ടേജിയസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ദാറ്റ് യൂഷ്വലി അഫക്ട്സ് ദ മ്യൂക്കസ് മെംബ്രെയിൻസ് ഓഫ് ദ നോസ് ആൻഡ് ത്രോട്ട്. തൊണ്ടയുടെയും മൂക്കിൻ്റെയും ഒക്കെ മ്യൂക്കസ് മെംബ്രെയിൻസിനെ അഫക്റ്റ് ചെയ്യുന്ന വളരെ എന്താ പറയുക, പടരാൻ ചാൻസ് ഉള്ള ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് ഡിഫ്തീരിയ. ഓക്കെ, ഡിഫ്തീരിയാണ് ആ ഒരു അസുഖം എന്ന് പറയുന്നത്. അത് നമുക്ക് പകരുന്ന അസുഖമാണ് കേട്ടോ, സീരിയസ് ആണ്. അത് ആദ്യം അഫക്റ്റ് ചെയ്യണത് എവിടെയാണ്? മൂക്കിനെയും വായയും ഒക്കെ, തൊണ്ടയും ഒക്കെയാണ് അഫക്റ്റ് ചെയ്യണത്. ഈ ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ, ഞാനതിൻ്റെ പേര് ഇവിടെ ഒന്ന് എഴുതി വെക്കാം, അതെങ്ങനെ വായിക്കും എന്നുള്ളത്. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയേ. ഓക്കെ, ഡിഫ്തീരിയേ ഇതാണ് അതിന് വായിക്കുന്നത്. ഓക്കെ, ഈ ഒരു ബാക്ടീരിയ കാരണമാണ് എന്തുണ്ടാവുന്നത്? ഡിഫ്തീരിയ ഉണ്ടാവുന്നത്. ഇത് ഒരു എന്താവും? ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, നമുക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഒരുപാട് സിവിയർ ആയി കഴിഞ്ഞാൽ ഹാർട്ട് ഫെയിലിയറിനും, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതിരിഞ്ഞു കഴിഞ്ഞാൽ പാരലിസിസിന് വരെ കാരണമാവുന്ന ഒരു അസുഖമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ?
നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ടെറ്റനസ് കോസ്ഡ് ബൈ ടോക്സിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ കോൾഡ് ക്ലോസ്ട്രീഡിയം ടെറ്റനി? ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്നുള്ള ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ഒരു ടോക്സിനാണ്. ഓക്കെ, ടോക്സിനാണ് അത്. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ടെറ്റനസ്, അതായത് ടോക്സിനാണ്. ആ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണത് ആരാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അസുഖമാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പറയുന്ന വേറൊരു പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് ആസ് ലോക്ജോ എന്ന് കൂടെ നമ്മളതിനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ലോക്ജോ എന്ന് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് മസിലൊക്കെ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കും. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ജോയുടെ താടിയലിൻ്റെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ സ്റ്റിഫായിട്ട് മസിൽസ് സ്റ്റിഫായിട്ട് നിൽക്കും. നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത പോലെ തോന്നും ഈ ഒരു ടെറ്റനസ് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്തായിട്ട് പറയുന്നത്, ലോക്ജോ എന്നുകൂടെ പറയുന്നത്. നമ്മുടെ വായൊക്കെ തുറക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് ലോക്ജോ എന്ന് പറയണത്. അപ്പം ഇത് ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരണ്ട. ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. അത് കോസ് ചെയ്യണത്, അത് ടെറ്റനസ് ഉണ്ടാക്കുന്നത് ടോക്സിനാണ്. ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു അവസ്ഥയാണ് ടെറ്റനസ്. അത് അവസ്ഥയ്ക്ക് കാരണക്കാര് ടോക്സിനാണ്. ടോക്സിൻ ഉണ്ടാക്കുന്നത് ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. അപ്പം ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത്, which of the following is an inactivated polio vaccine developed in 1952? Inactivated അല്ലെങ്കിൽ killed polio vaccine 1952 1952 ഡെവലപ്പ് ചെയ്ത ഒരു ഇൻആക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് സാൽക്ക് വാക്സിൻ ആയിരുന്നു അത് ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് അറിയോ? ഡോക്ടർ ജോനാസ് സാൾക്കാണ്. ഡോക്ടർ ജോനാസ് സാൾക്ക് ഡെവലപ്പ് ചെയ്ത ഒരു ഇൻആക്ടിവേറ്റഡ് പോളിയോ വാക്സിനാണ് സാൾക്ക് വാക്സിൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ IPV എന്നുകൂടെ പറയാറുണ്ട്. ഇൻആക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ എന്നുകൂടെ അതിനെ പറയാറുണ്ട്. അത് ഇഞ്ചക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത്. ഇഞ്ചക്ഷൻ വഴിയാണ് ഈ ഒരു IPV നമ്മൾ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. അത് കണ്ടുപിടിച്ചത് ആരാണ്? ഡോക്ടർ ജോനാസ് സാൾക്കാണ് കണ്ടുപിടിച്ചത് 1952. ഓക്കെ, വാട്ട് ആർ ദ 5 F's ഓഫ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ? ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ്റെ 5 F ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണത്? ഫ്ലൈസ്, ഫിംഗേഴ്സ്, ഫൊമൈറ്റ്സ്, ഫുഡ് ആൻഡ് ഫ്ലൂയിഡ്. ഇതാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള 5 F. ഓക്കെ, അപ്പം ഇവർ കോമൺ പാത്തജൻസ് ഒന്നിൽ നിന്നും അടുത്തതിലേക്ക്. പാത്തജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. എങ്ങനെയാണ്? പറവകൾ ഫ്ലൈസിൽ നിന്നും നമ്മുടെ കൈകളിലേക്ക് വരും, ഫിംഗേഴ്സിലേക്ക് വരും. ഫിംഗേഴ്സിൽ നിന്നും എങ്ങോട്ടേക്ക് പോകും? ഫ്ലൈസ്. നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം അല്ലേ. ആദ്യം ഫ്ലൈസ് ആണ്. ഫ്ലൈസ് എന്താണ്? മെക്കാനിക്കൽ വെക്ടേഴ്സ് ആണ് അല്ലേ. പാത്തജൻസ് കണ്ടാമിനേറ്റഡ് സോഴ്സസിൽ നിന്ന്, അതായത് എവിടെയൊക്കെയാണ് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷങ്ങളിൽ നിന്നും അവിടെ നിന്നുള്ള ഈ ഒരു എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ള ആൾക്കാരെയൊക്കെ എടുത്തോണ്ട് വരാൻ ഏറ്റവും കാരണക്കാർ, ആദ്യത്തെ കാരണം ആരാണ്? ഫ്ലൈസ് ആണ്. ഓക്കെ, അവർ അതിനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അടുത്തത് അത് എങ്ങോട്ടേക്കാണ് വരുന്നത്? ഫിംഗേഴ്സ്, വിരലുകളിലേക്ക് അല്ലേ. കാരണം എന്താണ്? നമ്മൾ പ്രോപ്പറായിട്ട് കൈയൊന്നും കഴുകാണ്ട് നമ്മൾ ഫുഡിലൊക്കെ കൊണ്ടുപോയി തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഫിംഗേഴ്സിലോട്ട് ഈ പറയുന്ന സാധനങ്ങളെല്ലാം എന്താവും? ഇൻഫെക്ഷ്യസ് ഏജൻസ് ഒക്കെ ട്രാൻസ്ഫർ ആയിട്ട് കൈകളിലേക്ക് ട്രാൻസ്ഫർ ആയി വരും. അടുത്തതാണ് ഫൊമൈറ്റ്സ്. ഫൊമൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻആനിമേറ്റ് ഓബ്ജക്ട്സ്, അതായത് ഡോർ ഹാൻഡിൽസ്, യൂട്ടൻസിൽസ്, അതുപോലെ മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ കൈനെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെയൊക്കെ കൊണ്ടുപോയി പിടിക്കുമ്പോഴും എന്ത് ചെയ്യും? ഇവർ നമ്മുടെ കൈകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയാണ് ഫുഡ്. ഓക്കെ, ഫുഡ് വഴി എങ്ങനെയാണ്? ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, അതായത് നല്ല രീതിയിലല്ലാത്ത, നല്ല അന്തരീക്ഷത്തിൽ പാകം ചെയ്യാത്ത ഭക്ഷണ വസ്തുക്കളും, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വൃത്തിഹീനമായ അന്തരീക്ഷത്തിലൊക്കെ നമ്മൾ കൊണ്ടുവച്ചിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഭക്ഷണത്തിലൊക്കെ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഈ പാത്തജൻസ് ഒക്കെ എൻ്റർ ആവാനുള്ള സാധ്യതകളുണ്ട്. അത് എന്തിന് വരെ ചാൻസ് ഉണ്ട്? ഫുഡ് പോയ്സണിങ്ങിന് വരെ കാരണമാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെയാണ് ഫ്ലൂയിഡ്.
ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിഹീനമായിട്ടുള്ള വെള്ളം വൃത്തികേടായിട്ടുള്ള വെള്ളമൊക്കെ ഉപയോഗിക്കുക. അതുപോലെ ബാക്കിയുള്ള ലിക്വിഡ്സ് ഒക്കെ ആണെങ്കിലും വൃത്തിയില്ലാത്ത ലിക്വിഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്താവും, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണമാവും. അപ്പോൾ ആദ്യത്തെ ആൾക്കാർ ഏതാണ്? ഫ്ലൈസ് ആണ്. അവരെന്താ ചെയ്യുന്നത്? ഈ പറയുന്ന വൃത്തിഹീനമായ അന്തരീക്ഷത്തിലൊക്കെ പോയി അവിടെ നിന്ന് ആവശ്യമില്ലാത്ത ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന സാധനങ്ങളെയൊക്കെ സ്വന്തം ശരീരത്തിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, എത്തിക്കും. പിന്നെ വരുന്നത് ഫിംഗേഴ്സ്. പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കറക്റ്റായിട്ട് നമ്മൾ കൈ കഴുകാണ്ടൊക്കെ ഫുഡ് കഴിക്കുക, എവിടെയെങ്കിലൊക്കെ തൊട്ടിട്ട് ഫുഡ് കഴിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് ഫോമൈറ്റ്സ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽ നമ്മൾ സ്പർശിക്കുന്ന സാധനങ്ങൾ, ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള സ്പർശിക്കുന്ന സാധനങ്ങൾ, അപ്പം അവരെന്ത് ചെയ്യും? അനങ്ങാൻ പറ്റാത്ത സാധനങ്ങൾ, അവിടെ അഴുക്കൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഫുഡ്, ഫ്ലൂയിഡ്. അപ്പോൾ ഇത്രയുമാണ് എന്ത്, ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ്റെ 5F എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ അല്ലേ? എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബെസ്റ്റ് ഡിഫൈൻസ് ദ മോണോഈഷ്യസിനെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. മൊണീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഉള്ള ഫ്ലവറിനെയാണ് നമ്മൾ മൊണോഈഷ്യം എന്ന് പറയുന്നത്. മൊണീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ്രീഷ്യവും ഗൈനീഷ്യം. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഇവർ രണ്ടും ഒരുമിച്ച് കാണുന്നത് എവിടെയാണ്? മൊണീഷ്യസ് പ്ലാന്റ്സിലാണ്, അല്ലെങ്കിൽ മൊണീഷ്യസ് ഫ്ലവേഴ്സിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഒരേ പ്ലാന്റിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഫ്ലവറിനകത്ത് തന്നെ കണ്ടില്ലെങ്കിലും ഒരേ പ്ലാന്റിനകത്ത് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഉള്ള ഫ്ലവേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു രണ്ടും കൂടെ ഉള്ള ഫ്ലവറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉള്ള ഫ്ലവേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നറിയോ? ബൈസെക്ഷൽ ഫ്ലവർ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫ്ലവർ എന്നാണ് പറയുക. ബൈസെക്ഷൽ ഫ്ലവർ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫ്ലവർ, ബൈസെക്ഷൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫ്ലവർ എന്നാണ് നമ്മൾ അത്തരത്തിലുള്ള ഫ്ലവേഴ്സിനെ പറയുന്നത്. ഓക്കെ, ദെൻ അത് എന്താണെന്നറിയോ? അതിന് എക്സാമ്പിൾസ് ആണ് മെയ്സ് വരും, പിന്നെ കുക്കുംബറിനകത്ത് നമുക്ക് ഫീമെയിൽ സെക്ഷൽ പാർട്ടും അതായത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കാണാൻ പറ്റും കുക്കുംബറിൽ. പിന്നെയുള്ളതാണ് പംകിൻ. ഇവരിലും എന്തുപോലെ തന്നെയാണ്? ആൻഡ്രീഷ്യം, ഗൈനീഷ്യം കാണാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കുക്കുംബർ. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം എന്താണ്? മൊണീഷ്യസ് പ്ലാന്റ്സ് ആണ് ഇവർ 3 പേര്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തത്, which condition also known as icterus causes a yellowing of your skin and the whites of your eyes. നമ്മുടെ കണ്ണൊക്കെ വിളർത്ത് പോവുകയും നമ്മുടെ ബോഡി ഫുള്ളായിട്ട് മഞ്ഞച്ച് പോവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനെ നമ്മൾ ഇക്ടറസ് എന്ന് പറയും. അതിന് വേറൊരു പേര്, നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന വേറൊരു പേരുണ്ട്, ഇറ്റ്സ് ജോണ്ടിസ് അല്ലേ? മഞ്ഞപ്പിത്തം എന്ന് നമ്മൾ പറയുന്ന ജോണ്ടിസ്. ഓക്കെ, അപ്പോൾ അതിന് പറയുന്ന വേറൊരു പേരാണ് ഇക്ടറസ് എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത്? നമ്മുടെ ബോഡി ഫുള്ള് മഞ്ഞ കളറായി മാറും, അതുപോലെ നമ്മുടെ കണ്ണൊക്കെ രക്തം ഇല്ലാണ്ടായിട്ട് വിളർത്ത് പോവുകയും ചെയ്യും. അതിന് റീസൺ എന്താണെന്നറിയോ? ബ്ലഡിൽ ബില്ലിറൂബിൻ്റെ അളവ് വളരെ കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ജോണ്ടിസ് വരാനുള്ള കാരണം. ബ്ലഡിൽ ബില്ലിറൂബിൻ്റെ അളവ് വളരെയധികം കൂടുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ജോണ്ടിസ് വരുന്നത്. ഈ ജോണ്ടിസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നറിയോ? ലിവർ ഡിസീസ്, അതുപോലെ ഗാൾ ബ്ലാഡർ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഹീമോലിസിസ്, അതായത് റെഡ് ബ്ലഡ് സെൽസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ സിംറ്റം ആയിട്ട് ജോണ്ടിസ് വരാറുണ്ട്. അതുപോലെ നമുക്ക് ലിവർ ഫംഗ്ഷനിങ് ഒക്കെ പ്രോപ്പർ അല്ല, എന്തെങ്കിലും ലിവർ കരൾ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജോണ്ടിസ് പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത നമുക്കുണ്ട്. അതുപോലെ ഗാൾ ബ്ലാഡറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? ജോണ്ടിസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ബോഡിയിലുള്ള ബില്ലിറൂബിൻ്റെ അളവ് കൂട്ടും. അങ്ങനെയാണ് ജോണ്ടിസിലേക്ക് ആ ഒരു കണ്ടീഷൻ എത്തപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് കാരണം ഉണ്ടാവാം, ലിവർ സിറോസിസ്, അതുപോലെ ബൈൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ, ന്യൂബോൺ ജോണ്ടിസ്. കുഞ്ഞുങ്ങൾക്ക്, ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് ജോണ്ടിസ് ഉണ്ടാവാറുണ്ട്, മഞ്ഞച്ച് കാണാറുണ്ട്. അത് പക്ഷെ നമുക്കൊരു പരിധി വരെ വൈറ്റമിൻ ഡി ഒക്കെ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് ജോണ്ടിസ് വരുമ്പോഴാണ് അത് സീവിയർ കണ്ടീഷനിലേക്കും മരണത്തിലേക്ക് വരെ എത്താനുള്ള കാരണമാവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ദാറ്റ് കോസസ് ക്രാക്സ്, ക്രസ്റ്റിംഗ് ആൻഡ് സ്കെയിലിംഗ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ മൗത്ത് ഡ്യൂ ടു വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി? വൈറ്റമിൻ B2 ഡെഫിഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വായയുടെ സൈഡിലൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ ദശ പുറത്തേക്ക് വരിക, തോല അടർന്ന് വരുന്ന സ്കെയിലിങ്, അതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രാക്കുകൾ, നമുക്ക് ചെറിയ ചെറിയ മുറിവുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കും അല്ലേ? അതിൻ്റെ ആ ഒരു കണ്ടീഷൻ്റെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആ ഒരു കണ്ടീഷൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ആസ് ചിലോസിസ് എന്നാണ് ആ ഒരു കണ്ടീഷൻ്റെ പേര്. ഓക്കെ, ചിലോസിസ് എന്നാണ് ആ ഒരു കണ്ടീഷൻ്റെ പേര്. അപ്പം ഇത് ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. ഓക്കെ, അതിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് വൈറ്റമിൻ B2 ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, പിന്നെ എന്താണ്, ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാരണം ഇങ്ങനെ സംഭവിക്കാം, പിന്നെ അയൺ ഡെഫിഷ്യൻസി കാരണം സംഭവിക്കാം. അതുപോലെ നമ്മുടെ വായ പ്രോപ്പറായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് വെച്ചില്ലെങ്കിൽ, വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യുക, വായ കഴുകുക, ഇങ്ങനത്തെ കലാപരിപാടികളൊന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ, എന്താണ് അസുഖമെന്നും എന്ത് കാരണമാണ് ഇത് വരുന്നത് എന്നുമുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ക്രീംസ് ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ വൈറ്റമിൻ B ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാം. പിന്നെ എന്താണ്, റൈബോഫ്ലേവിൻ റിച്ച് ഫുഡ്, അതായത് മിൽക്ക്, എഗ്ഗ്, ലീഫി ഗ്രീൻസ്, നട്ട്സ് ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ബി കോംപ്ലക്സ് ഒക്കെ കഴിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? വായിൽ ഇങ്ങനെ മൗത്ത് അൾസർ എന്ന് നമ്മൾ പറയും. മൗത്ത് അൾസർ വന്നു കഴിഞ്ഞാൽ ബി കോംപ്ലക്സ് കഴിച്ചാൽ മതി എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ അത് എന്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ്? വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി കാരണമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ്, മാച്ച് ദി ഫോളോ. ഇവിടെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയട്ടെ കേട്ടോ. ഈ ചിലിയോസിസിനെ നമുക്ക് ചില ഓപ്ഷൻസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ആങ്കുലാർ ചെയിലിറ്റിസ്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് തന്നെയാണ്, ഈ ചിലിയോസിസ് തന്നെയാണ് ആങ്കുലാർ ചെയിലിറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കണ്ടു കഴിഞ്ഞിട്ട് തെറ്റിപ്പോവരുത്, ഇത് രണ്ടും എന്ത് തന്നെയാണ്, ഒരേ അസുഖത്തിന് തന്നെ പറയുന്ന പേരാണ്. അടുത്തത് മാച്ച് ദി ഫോളോവിങ് ആണ് വരുന്നത്. മലേറിയ ഉണ്ടാക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. മലേറിയ ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയമാണ് മലേറിയ ഉണ്ടാക്കുന്നത്. ഡയേറിയ റോട്ടോവൈറസ് ആണ്. റോട്ടോവൈറസ് കാരണമാണ് എന്തുണ്ടാവുന്നത്, ഡയേറിയ ഉണ്ടാവുന്നത്. ടൈഫോയിഡിന് കാരണം ആരാണ്, സാൽമണല വൈറസാണ്, സാൽമണലയാണ് ബാക്ടീരിയ ടൈഫോയിഡിന് കാരണമായിട്ടുള്ളത്. കോളറ ആര് കാരണമാണ് ഉണ്ടാവുന്നത്, കോളറ വിബ്രിയോ കൊളറേ കാരണമാണ് കോളറ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ മലേറിയ പ്ലാസ്മോഡിയം പാരസൈറ്റാണ്. പ്ലാസ്മോഡിയം എന്താണ്, മലേറിയ എന്ന് പറയുന്നത് ഒരു പാരസൈറ്റിക് ഡിസീസാണ്. പ്ലാസ്മോഡിയം പാരസൈറ്റ് കാരണമാണ് മലേറിയ ഉണ്ടാവുന്നത്. ദെൻ ഡയേറിയ എന്ന് പറഞ്ഞാൽ എന്താണ്, റോട്ടാവൈറസ് കാരണമാണ്. റോട്ടാവൈറസ് കുഞ്ഞുങ്ങളിലാണ് കൂടുതലായിട്ടും ഈ റോട്ടാവൈറസ് കാരണം ഡയേറിയ ഉണ്ടാവാനുള്ള കാരണം, വയറിളക്കത്തിലേക്ക് എത്തിക്കുന്നത്. അടുത്തത് ടൈഫോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൽമണല ടൈഫി എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ. കോളറ എന്താണ്, വിബ്രിയോ കൊളറ എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയൽ ഡിസീസാണ് വാട്ടറി ഡയറിയയ്ക്ക് കാരണമാവുന്നത്. ഓക്കെ, കോളറ. അപ്പം ക്ലിയർ ആയല്ലോ അല്ലേ? നമുക്ക് ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്, D, C, B, A. ഓപ്ഷൻ 3 ആണ് നമുക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓപ്ഷൻസ് ഇൻഡിക്കേറ്റ്സ് ദ സൈസ് ഓഫ് PPLO? എന്താണ് PPLO? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് നമുക്ക് ആദ്യം നോക്കാം. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ്, നമ്മുടെ അറിവിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ഫ്രീ ലിവിങ് മൈക്രോ ഓർഗാനിസംസ് ആണ്. അവരെ പറയുന്ന വേറൊരു പേരാണ് മൈക്കോപ്ലാസ്മേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ചെറിയ ഫ്രീ ലിവിങ് മൈക്രോ ഓർഗാനിസംസ് ആണ് ഇവർ. അപ്പോൾ ഇവരുടെ സൈസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് 0.1 μm ആണ് അവരുടെ സൈസ് വരുന്നത്. ഓക്കെ, അപ്പം അത് മുതൽ എത്ര വരും, 0.3 വരെയാണ് അവരുടെ ഡയമീറ്റർ വരാനുള്ള ചാൻസ്. ഓക്കെ, അപ്പോൾ എന്താണ്, മൈക്കോപ്ലാസ്മയാണ് ഈ ഒരു പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് അല്ലെങ്കിൽ PPLOനെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത്
Which essential amino acid enhances calcium absorption and also plays an important role in the formation of collagen? അതായത് കാൽസ്യം അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യണതും അതുപോലെ കൊളാജൻ ഫോം ചെയ്യുന്നിടത്തും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റോളുള്ള അമിനോ ആസിഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് ലൈസിൻ. ലൈസിൻ ആണ് ഇവരിലൊക്കെ കാൽസ്യം അബ്സോർപ്ഷന് കാരണമായിട്ടുള്ളതും അതുപോലെ കൊളാജൻ ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ള ആളാരാണ്, അമിനോ ആസിഡ് ആരാണ്? ലൈസിൻ ആണ്. ഓക്കെ, അപ്പം അത് എന്താ പറയുക, വൂണ്ട് ഹീൽ, എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യും, അതുപോലെ മസിൽ റിപ്പയർ ചെയ്യും. അപ്പോൾ ലൈസിൻ എന്ന് വെച്ചാൽ ലൈസിൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? വൂണ്ട് ഹീൽ ചെയ്യും, അതുപോലെ മസിൽ റിപ്പയറിങ്ങിനൊക്കെ ആർക്ക് സഹായിക്കാൻ പറ്റും? ലൈസിന് സഹായിക്കാനായിട്ട് പറ്റും. പിന്നെ കൊളാജൻ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാജൻ എന്തിനാണ്? സ്കിന്ന്, ടെൻഡൻസ്, ബോൺസ് ഇതിനൊക്കെ എന്താവശ്യമാണ്? കൊളാജൻ ആവശ്യമാണ് അല്ലേ? അപ്പം നമ്മൾ പറയാറുണ്ട് നമുക്ക് ഈ ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ കാൽഷ്യം ഡെഫിഷ്യൻസി ആണ് എന്നൊക്കെ നമ്മൾ പറയണ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ലൈസിൻ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രോട്ടീൻ റിച്ച് ഫുഡ്സിലൊക്കെ നമുക്ക് എന്തിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും? ഈ ഒരു ലൈസിൻ്റെ പ്രസൻസ് കാണാനായിട്ട് പറ്റും. പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ മീറ്റ്, ഫിഷ്, ഡയറി പ്രോഡക്ട്സ്, ലെഗ്യൂംസ് ഇതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ലൈസിൻ്റെ പ്രസൻസ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് അനദർ നെയിം ഓഫ് വൈറ്റമിൻ സി? വൈറ്റമിൻ സിയുടെ വേറൊരു പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിനെ പറയുന്ന വേറൊരു പേരാണ് അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. അത് ഒരു വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. ഓക്കെ, അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ സോലുബിൾ ആണ്, വെള്ളത്തിൽ അലിയുന്ന ടൈപ്പ് ഓഫ് വൈറ്റമിൻ ആണ് സി വൈറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് എന്താ പറയുക? കൊളാജൻ സിന്തസിസ്, അതായത് നമുക്ക് കൊളാജൻ സിന്തസിസിന് വൈറ്റമിൻ സി ആവശ്യമാണ്. കൊളാജൻ സിന്തസിസ് എവിടെയാണ്? സ്കിന്ന്, ബ്ലഡ് വെസൽസ്, കണക്റ്റീവ് ടിഷ്യൂ ഇതിനൊക്കെ എന്ത് ആവശ്യമാണ്? വൈറ്റമിൻ സി ആവശ്യമാണ്. പിന്നെന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ എന്താവശ്യമാണ്? വൈറ്റമിൻ സി ആവശ്യമാണ്. പിന്നെ എന്താണ്? നമ്മുടെ മുറിവ് കരിക്കുക, അയൺ അബ്സോർപ്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തിൻ്റെ ആവശ്യമുണ്ട്? വൈറ്റമിൻ സിയുടെ ആവശ്യമുണ്ട്. ഇനി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് സ്കർവി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പല്ലിനിടയിൽ കൂടെ, മോണകളിൽ കൂടെ ബ്ലഡ് വരുന്നത്, അതുപോലെ നമുക്ക് ഭയങ്കര വീക്ക്നെസ് ആയിരിക്കും. പിന്നെ മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനായിട്ട് സമയമെടുക്കുക. ഇതൊക്കെയാണ് സ്കർവി ഡിസീസിൻ്റെ അവസ്ഥകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് സ്കർവി എന്ന് പറയുന്നത്. വൈറ്റമിൻ സിയുടെ വേറൊരു പേരാണ് അസ്കോർബിക് ആസിഡ്. അത് വാട്ടർ സോലുബിൾ ആണ്, നമ്മുടെ സ്കിന്നിനും ഇമ്മ്യൂൺ സിസ്റ്റത്തിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദ ഇയർ 1925 ഹൂ എക്സ്ട്രാക്റ്റഡ് ലിപ്പിഡ്സ് ഫ്രം ആൻ erythrocyte sample and found that lipid monolayers are good for measuring molecular surface area versus lateral pressure. അതായത് 1925 ആരാണ് ഒരു എറിത്രോസൈറ്റ് സാമ്പിളിൽ നിന്നും ലിപ്പിഡ്സ് എക്സ്ട്രാക്ട് ചെയ്തു. അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിച്ചു എന്നറിയോ? ഈ ലിപ്പിഡ് മോണോലെയേഴ്സില്ലേ, അവർ മോളിക്കുലാർ സർഫസ് ഏരിയ വേഴ്സസ് ലാറ്ററൽ പ്രഷർ ആ ഒരു മെഷർമെൻറ്റ് അത് മെഷർ ചെയ്യാനായിട്ട് ഈ ലിപ്പിഡ് മോണോലെയേഴ്സ് നല്ലതാണ് എന്ന് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദിക്കുന്നത്. കണ്ടുപിടിച്ച ആൾക്കാർ രണ്ടുപേരുണ്ട്. ഇറ്റ്സ് ഗോർട്ടർ ആൻഡ് ഗ്രൻഡൽ. ഓക്കെ, ഗോർട്ടറും ഗ്രൻഡലുമാണ് കണ്ടുപിടിച്ചത്. എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് ബ്ലഡ് സെൽ, RBCയിൽ നിന്നാണ് ഈ ഒരു ലിപ്പിഡ്സിനെ എക്സ്ട്രാക്ട് ചെയ്തത്. ഓക്കെ, അപ്പം ക്ലിയർ ആയില്ലേ? അടുത്തത്, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയൻ ഓഫ് ഡ്രഗ്സ്? ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷന് മാനദണ്ഡം അല്ലാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഡ്രഗ്സിൻ്റെ മോളിക്കുലർ ടാർജറ്റ് ഉണ്ട്, ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട്, കെമിക്കൽ സ്ട്രക്ചർ ഉണ്ട്, ബിഹേവിയർ കണ്ടീഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഡ്രഗ്സ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഡ്രഗ്സിനെ നമ്മൾ പല സയൻറ്റിഫിക് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യണത്. ബിഹേവിയർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്യാറ് ഇല്ല. ഓക്കെ, മോളിക്കുലാർ ടാർജറ്റ് ഉണ്ട്. കാരണം എന്താണ്? ബയോളജിക്കൽ മോളിക്യൂള്, എൻസൈം, റിസപ്റ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ ഡ്രഗ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫാർമക്കോളജിക്കൽ എഫക്റ്റ്, അതായത് നമ്മളിപ്പം അനസ്തീഷ്യയ്ക്ക് ഉള്ളത്, അനാൽജസിക് ആയിട്ട്, ആൻറ്റിബയോട്ടിക് ആയിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കെമിക്കൽ സ്ട്രക്ചർ, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, എന്തൊക്കെയാണ് കോമ്പണൻസ് ചേർന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ബേസിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രഗ്സിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ നോൺ പെറിഷബിൾ ഫുഡ്? നോൺ പെറിഷബിൾ ഫുഡ്, ഇതിനകത്ത് നോൺ പെറിഷബിൾ ഫുഡ് എന്താണ്? ഈ നോൺ പെറിഷബിൾ ഫുഡ് എന്ന് ആദ്യം അറിയണം അല്ലേ?
നോൺ പെറിഷബിൾ ഫുഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോവാത്ത ടൈപ്പ് ഓഫ് ഭക്ഷണമാണ്. ഓക്കെ, അതിനെന്താ അറിയോ, നമ്മളിപ്പം എടുത്തു വെക്കുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് എടുത്തു വെക്കാൻ പറ്റുന്നത്, അതായത് ലോങ് ഷെൽഫ് ലൈഫ് ഉള്ള ടൈപ്പ് ഓഫ് ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ പെറിഷബിൾ ഫുഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് തൈര് കേട് എടുത്തു വെക്കാനായിട്ട് പറ്റില്ല, മീറ്റ് ഒരുപാട് കാലം എടുത്തു വെക്കാൻ പറ്റില്ല, പാലാണെങ്കിലും എടുത്തു വെക്കാൻ പറ്റില്ല. പകരം പൾസസ്, ധാന്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചധികം കാലത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫുഡാണ് പൾസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, നോൺ പെറിഷബിൾ ഫുഡ്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വിച്ച് എൻഡമിക് സ്പീഷീസ് ഓഫ് ഔൾ ഓഫ് സെൻട്രൽ ഇന്ത്യ ഈസ് ലിസ്റ്റഡ് ആസ് എൻഡേഞ്ചേർഡ് ഇൻ ദ IUCN റെഡ് ലിസ്റ്റ് സിൻസ് 2018? 2018 വംശനാശം സംഭവിച്ചു എന്ന് IUCN റെഡ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെൻട്രൽ ഇന്ത്യയിലുള്ള ഒരു ഔളിൻ്റെ ഒരു സ്പീഷീസ്, അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏതാണ് ഔൾ സ്പീഷീസ് എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് ഫോറസ്റ്റ് ഔലറ്റ്. ഓക്കെ, ഫോറസ്റ്റ് ഔലറ്റ് ആണ് എന്ത്, വംശനാശ ഭീഷണി അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു എന്ന് നമ്മൾ 2018 ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാരണം വളരെ കുറവാണ്. അതുപോലെ തന്നെ എന്താണ്, അവരുടെ ഹാബിറ്റാറ്റ്, അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നഷ്ടം സംഭവിച്ചു. അവർക്ക് പ്രോപ്പറായിട്ട് ജീവിക്കാനുള്ള അവസ്ഥകൾ ഇല്ലാതെയായപ്പോൾ എന്ത് സംഭവിച്ചു, അവരുടെ പോപ്പുലേഷൻ വളരെയധികം കുറഞ്ഞു. ഓക്കെ, ഇവർ നമുക്ക് കാണാൻ പറ്റിയിരുന്നത് എവിടെയൊക്കെ അറിയോ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, അതുപോലെ ഒഡീഷയിലൊക്കെയാണ് ഈ ഫോറസ്റ്റ് ഔലറ്റിനെ നമ്മൾ കണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഇത് 2018 എൻഡേഞ്ചർ ആയി എന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തത്, വിച്ച് മറൈൻ കരോട്ടിനോയിഡ് ഈസ് അബണ്ടൻറ്റ് ഇൻ ബ്രൗൺ സീവീഡ്, മാക്രോ ആൽഗെ ആൻഡ് ഡയറ്റംസ്. അതായത് ബ്രൗൺ സീവീഡിൽ, മാക്രോ ആൽഗയിൽ, ഡയറ്റംസിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു മറൈൻ കരോട്ടിനോയിഡ് ഏതാണ്? ആ മറൈൻ കരോട്ടിനോയിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഫ്യൂക്കോക്സാന്തിൻ. ഫ്യൂക്കോസാന്തിൻ ആണ് നമുക്ക് എന്തിലൊക്കെ കാണാൻ പറ്റുന്നത്, ബ്രൗൺ സീവീഡിൽ, മാക്രോ ആൽഗെ, ഡയറ്റംസിലൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത് ഫ്യൂക്കോക്സാന്തിൻ ആണ്. ഓക്കെ, ഇത് ഒരു ക്സാന്തോഫിൽ ഗ്രൂപ്പാണ് കേട്ടോ. ഈ ഫ്യൂക്കോസാന്തിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇറ്റ് ബിലോങ്സ് ടു സാന്തോഫിൽ ഗ്രൂപ്പ്. ഓക്കെ, കരോട്ടിൻ്റെ തന്നെ ക്സാന്തോഫിൽ ഗ്രൂപ്പാണ് ഉള്ളത്. ഇത് ആൽഗേസിലൊക്കെ ഫോട്ടോസിന്തസിന്, അതായത് ലൈറ്റ് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ ആൽഗേസിലൊക്കെ ഫോട്ടോസിന്തസിന് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഫ്യൂക്കോസാന്തിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ബയോളജിയിൽ നിന്നും എന്തുള്ളത്, SSC CGL ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, പറഞ്ഞു തരാനുണ്ടായിരുന്നത്. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എക്സ്ട്രാ പോയിൻറ്റ്സുകളും വൃത്തിയായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്